അൽമായ വേദിയുടെ 1934 മലങ്കര സഭ ഭരണഘടനയും ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത അന്നത്തെ 16ഓളം വരുന്ന ആ ശില്പികളെ ആദരിക്കുന്ന ഈ സമ്മേളനത്തിൽ, അവരുടെ പിൻതലമുറയെ ആദരിക്കുന്ന ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന ഓർത്തഡോക്സ് സഭ അൽമായ വേദിയുടെ അധ്യക്ഷൻ കൂടിയായിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സുനിൽ സി എബ്രഹാം, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജസ്റ്റിസ് ആയിരുന്ന ഏറ്റവും ബഹുമാന്യനായ കെ സുരേന്ദ്രമോഹൻ സാർ ഉൾപ്പെടെ വേദിയെയും സദസ്സിനെയും ധന്യമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് തന്നെ 1934 മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടി 1920 ഡിസംബർ മാസം 26 കോട്ടയം മാർ എലിയ കത്തീഡ്രലിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അതിന്റെ കൺവീനർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത റാവു സാഹിബ് OM ചെറിയാൻ ഒറ്റപ്ലാക്കൽ അവറുകളുടെ 80ാമത് ചരമവാർഷിക ദിനമാണ് ഇന്ന്. മലങ്കര സഭ അതിന്റെ കാറും കോളും നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴ അതിനൊരു ദിശാബോധം ഉണ്ടാവണമെന്ന ബോധ്യത്തില് പൂർവപിതാക്കന്മാർ മലങ്കര സഭയുടെ ദൈവത്താൽ സ്ഥാപിതമായ ഈ സഭയുടെ അടിത്തറയായി 1934 ഒരു ഭരണഘടന രൂപീകൃതം ആക്കിയെടുത്തു. നമുക്കറിയാം, പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ ചരിത്ര താഴ്വാരകളിലും മലങ്കര സഭ എന്ന് നമുക്ക് ഈ മണ്ണിൽ, മലങ്കര സഭയുടെ മണ്ണിൽ അഭിമാനത്തോടുകൂടി ചവിട്ടി നിൽക്കുവാനുള്ള ജീവശ്വാസം നൽകിയ മലങ്കര സഭയുടെ മറക്കാനാവാത്ത സുപ്രധാനമായ ഒരു ഭരണഘടനയാണ് 1934 രൂപീകൃതമായത്. ആ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത അന്നത്തെ ആ ഭരണഘടനയുടെ ശില്പികളായിട്ടുള്ള ആളുകളെയും അവരുടെ ഓർമ്മകളെയും അനുസ്മരിക്കുവാൻ തക്കവണ്ണം, ഈ ദിവസം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഓർത്തഡോക്സ് സഭയുടെ അൽമായ വേദിക്ക് സാധ്യമായി എന്നുള്ളത് ഏറ്റവും കൃതാർത്ഥവുമാണ്. പരിശുദ്ധ സഭ ഇന്ന് പോകുന്ന വഴിത്താരകളിലൊക്കെ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും നാം ഓരോരുത്തരും എല്ലാ ദിവസവും ദൃശ്യ, പത്ര, സാമൂഹിക മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെ പ്രതിസന്ധിയുണ്ടായാലും, ആരൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാലും, ആയിരത്തി 1930 ചിങ്ങവനത്ത് കൂടിയപ്പോഴ് അലക്സിയോസ് തേവദോസിയോസ് തിരുമേനി പറഞ്ഞതുപോലെ, പഴയ ചാണ്ടിയെ പോലെ എനിക്ക് മരിക്കേണ്ടി വന്നാലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും സ്വയം ശീർഷകതയും സത്വബോധവും ഒരു വൈദേശിക ശക്തിക്കും അടിയറ വെക്കുവാൻ താല്പര്യമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ച ഒരു തലമുറയുടെ പിന്നിലുള്ള ആളുകളെ ആദരിക്കുവാൻ തക്കവണ്ണം
ഇന്ന് ഇങ്ങനെ ഒരു അവസരം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അൽമായ വേദിക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ന് ഈ സമ്മേളനത്തിന് അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് ഓർത്തഡോക്സ് സഭ അൽമായ വേദിയുടെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ സുനിൽ സി എബ്രഹാം അവറുകളെയാണ്. അദ്ദേഹത്തെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജസ്റ്റിസ് ആയിരുന്ന ഏറ്റവും സ്നേഹാദരണീയനായ കെ സുരേന്ദ്രമോഹൻ സാറാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം മലങ്കര സഭയുടെ അഭിമാന പുത്രനാണ്. പിറവം സെന്റ് മേരീസ് ഇടവകാംഗമായിരുന്നു. എന്നാൽ ഇപ്പോഴ് എറണാകുളം സെന്റ് മേരീസ് ഇടവകാംഗമാണ്. സഭയുടെ വിവിധ തലങ്ങളില് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ തക്കവണ്ണം ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ സാറിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിച്ചേരാമെന്നും ഇന്ന് ഈ യോഗത്തില് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്നും അറിയിച്ചു. സാറിനെ ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഭരണഘടനയുടെ ശില്പികളെ ഓർമ്മിക്കുന്നതിനോടൊപ്പം അവരുടെ പിൻതലമുറയെ ആദരിക്കുകയും 1934 നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ പൂർവികരായ അൽമായ നേതൃത്വം അന്നെടുത്തിട്ടുള്ള നിലപാടുകൾ ഇങ്ങോട്ട് വന്ന് 2024 ഏകദേശം 90 വർഷത്തോളം ആകുമ്പോഴേക്ക് മലങ്കര സഭയുടെ ഭരണഘടനയിൽ നിന്ന് അൽമായരുടെ പങ്ക് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ 1934 ഭരണഘടനയുടെ അന്നത്തെ അൽമായ നേതൃത്വം ഏറ്റെടുത്ത വിവിധ കാലഘട്ടങ്ങളിലുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആവശ്യവും ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു സെമിനാറും കൂടി നമ്മൾ ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സെമിനാറിൽ 1934 സഭാ ഭരണഘടന ശില്പികളുടെ അനുസ്മരണം നടത്തുന്നത് ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ സിബി തറയൻ അവറുകളാണ്. സഭാ ചരിത്ര ഗവേഷകനാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മലങ്കര സഭയുടെ ഭരണഘടനയുടെ ശില്പികളുടെ രൂപകൃതത്തിന്റെ കൺവീനറായിരുന്ന OM ചെറിയാൻ അവറുകളുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഗവേഷണ പ്രബന്ധം രചിച്ച് അതിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഏറ്റവും സ്നേഹാദരണീയനായ ഡോക്ടർ സിബി തറയൻ അവറുകളെയും സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 1934 സഭാ ഭരണഘടന രൂപീകരണത്തിൽ അൽമായ പ്രമുഖരുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് സെമിനാറിന് നേതൃത്വം കൊടുക്കുന്നത് ഏറ്റവും സ്നേഹാദരണീയനായ ശ്രീ ഡെറിൻ രാജു അവറുകളാണ്. പാത്താമുട്ടം സെന്റ് കിറ്റ്സ് കോളേജിൽ അധ്യാപകനാണ്. അതിലൊക്കെ ഉപരിയായിട്ട് സഭാചരിത്ര ഗവേഷകനാണ്. വിവിധ കോഴ്സുകളിൽ വിവിധ കോളേജുകളിൽ നിന്ന് സുറിയാനി ഭാഷയിൽ ബിരുദാനന്തര ബിരുദവും അതിനേക്കാളൊക്കെ ഉപരിയായി മലങ്കര സഭയുടെ ഭരണഘടനയും മലങ്കര സഭയുടെ പല ചരിത്രങ്ങളും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് മലങ്കര സഭയുടെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു ചരിത്രകാരൻ കൂടിയാണ് ശ്രീ ഡെറിൻ രാജു അവറുകൾ. ഏറ്റവും ആദരവോടുകൂടി ശ്രീ ഡെറിൻ രാജു അവറുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 1934 ഭരണഘടന എന്ന് പറയുമ്പോൾ
ആ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി 1920കളിൽ തുടങ്ങിയ ചരിത്രം 1934 ഭരണഘടന രൂപീകൃതമാകുമ്പോൾ ഒരു പക്ഷേ ആ അസോസിയേഷന് നേതൃസ്ഥാനത്ത് അല്ലെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടിയിരുന്നത് മലങ്കര മെത്രാപ്പോലീത്ത ആയിരുന്ന കാലം ചെയ്ത പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയാണ്. അദ്ദേഹം കാലം ചെയ്ത് 6 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഭരണഘടന അന്നത്തെ കാതോലിക്ക ബാവായിരുന്ന ബസേലിയോസ് ഗീവറീസ് നിത്യൻ ബാവ തിരുമനസ്സുകൊണ്ട് അസോസിയേഷൻ വിളിച്ചുകൂട്ടി അസോസിയേഷന്റെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നത്. ഈ ഭരണഘടനയുടെ ചരിത്രങ്ങൾ എഴുതുമ്പോൾ വിസ്മരിക്കാൻ പറ്റാത്ത പേരാണ് മലങ്കര സഭയ്ക്ക് എന്നും പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി എന്നുള്ളത്. പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയും സഭാ ഭരണഘടനയും എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാർ നയിക്കുന്നത് ഏറ്റവും സ്നേഹാദരണീയനായ ശ്രീ ജോയിസ് തോട്ടയ്ക്കാടാണ്. ആമുഖങ്ങളോ പരിചയപ്പെടുത്തലുകളോ ഒന്നും ആവശ്യമില്ലാത്ത ശ്രീ ജോയിസ് തോട്ടയ്ക്കാട് ഒരു കാലഘട്ടത്തിൽ അൽമായ വേദിയുടെ നിറസാന്നിധ്യം, സോഫിയ ബുക്സിന്റെ ഉടമസ്ഥനും എഡിറ്റോറിയൽ ബോർഡ് ചെയർമാനും എന്നൊക്കെ അവകാശപ്പെടാവുന്ന വ്യക്തിത്വം, സഭാ ചരിത്ര ഗവേഷകനെന്ന് അവകാശപ്പെടാം. ഒട്ടനവധി എന്തിന് നമുക്ക് മുൻപിൽ ഇപ്പോൾ ഇരിക്കുന്ന അൽമായ വേദി ഇന്ന് ഇവിടെ എല്ലാവരിലേക്കും എത്തിച്ചിട്ടുള്ള ഒരു സപ്ലിമെന്റ് ഉണ്ട്. ആ സപ്ലിമെന്റിലൂടെ ഈ ഭരണഘടന രൂപീകൃതമായിട്ടുള്ള എല്ലാവരുടെയും ചരിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അൽമായ വേദിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും ഇതിന്റെ മുഴുവൻ നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഞങ്ങളോടൊപ്പമായിരുന്ന ഏറ്റവും സ്നേഹാദരണീയനായ ശ്രീ ജോയിസ് തോട്ടയ്ക്കാട് അവരുകളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലങ്കര സഭാ ഭരണഘടനയുടെ ശില്പികൾ എന്ന് പറയുമ്പോൾ 1934 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് എന്ന് നമുക്കറിയാം. അവരുടെ പിൻതലമുറയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ഒരു ദൗത്യം തന്നെയായിരുന്നു. ആ ദൗത്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര കടപ്പാടുകൾ പറഞ്ഞാലും തീരാത്ത ഒരു വ്യക്തിത്വമുണ്ട്. അൽമായ വേദിയുടെ ആദരണീയനായ സെക്രട്ടറി ശ്രീ PC ജെയിംസ് അല്ലെങ്കിൽ ജെയിംസ് പാമ്പാടി. ഈ പ്രോഗ്രാമിനെ കുറിച്ച് അൽമായ വേദി ആരംഭിച്ചപ്പോൾ തൊട്ട് ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പലയിടങ്ങളിൽ നിന്നും പല മേഖലകളിൽ നിന്നും ഉണ്ടായപ്പോഴൊക്കെ ഈ പരിപാടി ഫെബ്രുവരി മാസം 1-ാം തീയതി തന്നെ നടത്തണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ജനുവരി മാസം 19-ാം തീയതി കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഈ പ്രോഗ്രാം മാറ്റിവെക്കാമെന്ന് നിശ്ചയിച്ചപ്പോൾ വേണ്ട, ഇത് ഫെബ്രുവരി മാസം 1-ാം തീയതി തന്നെ നടത്തണമെന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച ശ്രീ ജെയിംസ് പാമ്പാടി, അദ്ദേഹവും ഈ അൽമായ വേദിയുടെ ട്രഷററും ശ്രീ സന്തോഷം സാമും കൂടിയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഫോണിൽ ബന്ധപ്പെട്ടത്. ഇത്രയധികം ആളുകളെ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. പലരും പല മേഖലകളിലാണ്, പല തൊഴിലിടങ്ങളിലാണ്. അതിനൊക്കെ ഉപരിയായിട്ട് പലരും ഓർത്തഡോക്സ് സഭാ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുന്നവരുമാണ്. എങ്കിലും ഏറ്റവും കൃതാർത്ഥതയോടുകൂടി ഈ സമ്മേളനത്തിൽ ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിക്കുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് ഇപ്പോഴ് പരുമല ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എങ്കിൽ പോലും എല്ലാ ദിവസവും വൈകുന്നേരം ഫോണിൽ വിളിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളെ കൃത്യമായിട്ട് ഞങ്ങളോട് പറയുകയും ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്ത് അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നൽകിയ ഏറ്റവും സ്നേഹാദരണീയനായ ജെയിംസ് പാമ്പാടിയെ, PC ജെയിംസിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ
മലങ്കര സഭ ഭരണഘടന ശില്പികളായിട്ടുള്ള എല്ലാവരുടെയും പിൻതലമുറക്കാരെ ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഇവിടേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചു എന്ന് കൃതാർത്ഥതയോടുകൂടിയാണ് നിൽക്കുന്നത്. പലരെയും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. ഇന്നത്തെ തലമുറയിൽ നിന്നും ഇങ്ങനെയൊരു സ്നേഹാദരവ് സംഘടിപ്പിക്കുമ്പോൾ ആ സ്നേഹാദരവിന് ഒരു മറുപടി പറയേണ്ടുന്ന ഒരാള് ഉണ്ട് എന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ആരെ ആയിരിക്കണം എന്ന് നിശ്ചയിച്ചപ്പോൾ കോട്ടയത്തിന് സുപരിചിതനും പരിശുദ്ധ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവും അതിലൊക്കെ ഉപരിയായിട്ട് കോട്ടയം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തനായിരുന്ന പാറേട്ട് മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ കുടുംബത്തിലെ പിൻതലമുറ അംഗം, ഞങ്ങളൊക്കെ സ്നേഹാദരപൂർവം ഷെറിച്ചായൻ എന്ന് വിളിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഷെറിയം പാറേട്ട് അവറുകൾ ഉണ്ട്. അദ്ദേഹത്തെയും ഏറ്റവും സന്തോഷത്തോടുകൂടി യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ വേദിയിൽ വളരെ തലമുതിർന്ന ഒരു ആള് ഇരിപ്പുണ്ട്. ശരീരം കൊണ്ട് പ്രായം തളർത്തുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് യുവത്വമായി നിന്നുകൊണ്ട് ഇന്ന് സാമൂഹിക മാധ്യമത്തിലൂടെ സഭയുടെ തെറ്റായ പ്രവണതകളെ കൃത്യമായ ചാട്ടുളി കൊണ്ട് വിമർശനം നടത്തുന്ന അൽമായ വേദിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി, ഏറ്റവും സ്നേഹാദരണീയനായ ഫിലിപ്പോസ് ചായൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന കൊട്ടക്കാവലിൽ TK ഫിലിപ്പോസ് അവറുകളുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഇവിടേക്ക് കൂടി വന്ന നിങ്ങൾ, നമുക്കറിയാം മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത വിവിധ സമിതികളിൽ അല്ലെങ്കിൽ അന്നത്തെ അസോസിയേഷൻ തിരഞ്ഞെടുത്ത 16 പ്രമുഖ വ്യക്തിത്വങ്ങൾ, അതിൽ വൈദിക ശ്രേഷ്ഠരുണ്ടായിരുന്നു. പിന്നീട് മെത്രാപ്പോലിത്തൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട പാറേട്ട് മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനി ഉൾപ്പെടെ ഏകദേശം അൽമായർ ഉൾപ്പെടെ 16 പേരുണ്ട്. ചരിത്രം അവരുടെ പേരുകൂടി പരാമർശിച്ച് പോയില്ല എങ്കിൽ ഈ ദിവസത്തിന് പൂർണ്ണത ലഭിക്കുകയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് പൂതക്കുഴിയിൽ അബ്രഹാം കത്തനാര് 1875കളിൽ ജനിച്ച് 1944കളിൽ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു. 1934 ഭരണഘടനയ്ക്ക് തുമ്പോൺ ഭദ്രാസനത്തിലെ അംഗമായിരുന്നു. തുമ്പോൺ പള്ളി ഇടവക അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും ഒരു വൈദികനായിരുന്നു, PT തോമസ് കത്തനാര്, വട്ടശ്ശേരി തിരുമേനിയുടെ അന്നത്തെ വിശ്വസ്തനും ആയിരുന്നു. പാറേട്ട് മാത്യൂസ് കത്തനാര് പിന്നീട് മലങ്കര സഭയുടെ കോട്ടയം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലീത്തനായിരുന്ന പാറേട്ട് മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനി പുതുപ്പള്ളി സെന്റ് ജോർജ് ഇടവാംഗമായിരുന്നു. മലങ്കര സഭയുടെ പല നിർണായകമായ മീറ്റിങ്ങുകളിലും നിർണായകമായ ഇടപെടലുകളും നടത്തിയിട്ടുള്ള അഭിവന്ധ്യ കാലം ചെയ്ത പാറേട്ട് മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ ശിരസ് നമിക്കുകയാണ്. ഫാദർ TV ജോൺ കറുകച്ചാൽ പനയമ്പാല കല്ലക്കടമ്പിൽ തെക്കേക്കര കുടുംബാംഗമായിരുന്നു. 1890കൾ തൊട്ട് 1970കളിൽ വരെ
മലങ്കര സഭയുടെ നിറ സാന്നിധ്യമായിരുന്നു. ചെറിയ മഠത്തിൽ ശ്രീ ഏറ്റവും ബഹുമാന്യനായ CJ സ്കറിയ മൽപ്പാനച്ചൻ, കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയുടെ മൽപ്പാനും പ്രിൻസിപ്പലുമായിരുന്നു. മലങ്കര സഭയുടെ നിർണായകമായ ചരിത്രങ്ങളിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിത്വവുമായിരുന്നു. അഡ്വക്കേറ്റ് EJ ജോൺ, നിലണം ഇലഞ്ഞിക്കൽ കുടുംബാംഗമാണ്. 1942 അദ്ദേഹം നമ്മെ വിട്ട് വിരിഞ്ഞുപോയി. എങ്കിലും മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഒട്ടനവധി ഏടുകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു. ഏറ്റവും സ്നേഹാദരണീയനായ ശ്രീ KC മാപ്പള അവർകൾ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറയണ്ട. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും അഹോരാത്രം മുന്നിൽ നിന്ന് നയിച്ച മലയാള മനോരമയുടെ സ്ഥാപകൻ കൂടിയായിരുന്ന ശ്രീ KC മാപ്പിള അവറുകളുടെ ഓർമ്മകൾക്ക് മുമ്പിലും ശിരസ് നമിക്കുന്നു. ശ്രീ AM വർക്കി മികച്ച വിദ്യാഭ്യാസ വിവേചനനും അൽമായ പ്രമുഖനുമായിരുന്നു. സഭയുടെ ഭരണഘടനയ്ക്ക് രൂപീകൃതമാകുന്ന ആ സമിതിയിൽ അൽമായർക്ക് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തിയ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. ശ്രീ പത്രോസ് മത്തായി, അദ്ദേഹം മലങ്കര സഭയിൽ ആദ്യമായിട്ട് മുൻസിഫ് സ്ഥാനം വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായും സഭയുടെ പല സമിതികളിൽ അംഗമായും ഇരുന്നു കൊണ്ട് സഭാ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുവാൻ വിശിഷ്ടമായ നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു. ശ്രീ PJ ജേക്കബ് കുര്യൻ മാവേലിക്കര മികച്ച വാഗ്മിയും അതിനേക്കാളൊക്കെ ഉപരിയായി പ്രഭാഷകനും ആയിരുന്നു. മാവേലിക്കര സ്വദേശിയായ അദ്ദേഹം മലങ്കര സഭയുടെ പ്രജാസഭ സാമാജികൻ എന്ന നിലയിൽ ഏറ്റവും തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് EJ ഫിലിപ്പോസ്, നിരണം ഇലഞ്ഞിക്കൽ കുടുംബാംഗമായിരുന്നു. മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് ഉദാത്തമായ സംഭാവനകൾ നൽകുകയും അൽമായ നേതൃത്വത്തിന്റെ ഇടപെടലുകൾക്ക് വേണ്ടി കൃത്യമായി പോരാട്ടം നയിച്ച് കോടതികളിൽ പോരാട്ടം നയിച്ച മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയുമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും നമ്മൾ നമ്രശീർഷകരായി നിൽക്കുകയാണ്. CT ഈപ്പൻ, പിന്നീട് ഫാദർ ഡോക്ടർ CT ഈപ്പൻ എന്ന പേരിൽ ശാസ്താംകോട്ടയിൽ കബറടങ്ങിയിരിക്കുന്ന പ്രശസ്ത വാഗ്മിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് കൃത്യമായ രൂപം നൽകുവാൻ തക്കവണ്ണം അന്ന് ആ സമിതിയിൽ പ്രവർത്തിച്ച മഹത് വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ശ്രീ KT മാത്യു, കോലടി വടക്കൂട്ട് കുടുംബാംഗമായിരുന്നു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് ഇടവാംഗമായി ഇരുന്ന അദ്ദേഹം വിദ്യാഭ്യാസം മേഖലയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും അതിനേക്കാൾ ഒക്കെ ഉപരിയായി ഭരണഘടനയ്ക്ക് രൂപീകരണ സമിതിയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. ശ്രീ T ജോസഫ് മേമന, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ബിരുദം നേടിയ വ്യക്തിയായിരുന്നു. മികച്ച അൽമായ നേതൃത്വം, സഭയുടെ ഭരണഘടനയ്ക്ക് കൃത്യമായ ദിശാബോധം നൽകുവാൻ തക്കവണ്ണം അന്ന് നേതൃത്വം നൽകിയ മഹത് വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമം അർപ്പിക്കുന്നു. റാവു സാഹിബ്, OM ചെറിയാൻ, ഒറ്റപ്ലാക്കൽ അവറുകൾ.
അദ്ദേഹത്തെക്കുറിച്ച് മുൻപ് സൂചിപ്പിച്ചത് തന്നെയാണ്. ഭരണഘടന രൂപീകൃതമാകുന്നതിന് വേണ്ടി ഒരു സമിതിയെ തെരഞ്ഞെടുത്തപ്പോൾ അതിന് കൺവീനറാകുവാൻ തക്കവണ്ണം അന്നത്തെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തുവെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ മലങ്കര സഭയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 1944 ഫെബ്രുവരി മാസം 1-ാം തീയതി ഈ ലോകത്തിൽ നിന്നും മലങ്കര സഭയ്ക്ക് ഒരടിസ്ഥാനമായ ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തതിന് ശേഷം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഇന്നേക്ക് 80 വർഷങ്ങൾ പിന്നിടുന്നു. അദ്ദേഹത്തിന്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ശ്രീ CP തരകൻ അവർകൾ ആലുവ ചിറ്റേത്ത് കുടുംബാംഗമായിരുന്നു. ഭരണഘടനയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകി മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്തിയ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. എന്നാൽ ഏറ്റവും വേദനയോടുകൂടി മലങ്കര സഭ ചരിത്ര രേഖകളിൽ ഇല്ലാത്ത ഒരാളുടെ പേരും കൂടിയുണ്ട്, ശ്രീ PT ഈപ്പൻ. അദ്ദേഹത്തിന്റെ ചരിത്രം ഒട്ടനവധി അന്വേഷിച്ചു നോക്കിയെങ്കിലും ആ ചരിത്രങ്ങളൊന്നും നമുക്ക് ഇന്ന് ലഭ്യമായിട്ടില്ല. അന്നത്തെ കാലഘട്ടത്തിൽ സഭ അത് സൂക്ഷിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യവും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ഏറ്റവും ബഹുമാന്യനായിരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ന് ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തർക്കും അൽമായ വേദിയുടെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഒപ്പം ഈ ദിവസം ഇത്രത്തോളം ഭംഗിയാക്കുവാൻ തക്കവണ്ണം ചെറുതും വലുതുമായ ഒട്ടനവധി ഇടപെടലുകൾ നടത്തിയ അൽമായ വേദിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വൈസ് പ്രസിഡന്റ് സാബു വർഗീസ് വടകര, മീഡിയ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ശ്രീ റെജി മാത്യു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ചാൾസ് ചാന്, റോയ് ചാന്, ബാബു ചാന്, പ്രകാശ് ചാന്, എല്ലാവരും എനിക്ക് അച്ചായന്മാരാണ്. കാരണം ഇവരെക്കാളൊക്കെ പ്രായം എനിക്ക് വളരെ കുറവായതുകൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സന്തോഷ്, മണകാട് നിന്ന് സന്തോഷ് ചാനുണ്ട്, അതുപോലെ തന്നെ പാമ്പാടിയിൽ നിന്ന് തന്നെ ജെയിംസ് ചാനുണ്ട്, പ്രകാശ് ചാനുണ്ട്, സാമച്ചാനുണ്ട്, ഇനിയും ചിലരൂടെ എത്തിച്ചേരാനുണ്ട്. അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സണ്ണിച്ചാൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും സന്തോഷത്തോടു കൂടി യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് ഔപചാരികമായിട്ട് നന്ദി പറയുന്നത് ഓർത്തഡോക്സ് സഭ ആൽമായ വേദിയുടെ ട്രഷറർ കൂടിയായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷം സാം അവറുകളാണ്. ഈ പരിപാടി ഇത്രത്തോളം ഭംഗിയാക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും നേരിൽ ഫോണിലും അല്ലാതെയൊക്കെ ബന്ധപ്പെട്ട് ഇതിനൊക്കെ നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട സന്തോഷാനാണ്. സന്തോഷാനെയും ഏറ്റവും സന്തോഷത്തോടു കൂടി യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ഇന്നത്തെ ഈ പ്രോഗ്രാമൊക്കെ റെക്കോർഡഡായിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ എത്തിക്കുന്നത് ഇന്ന് സെമിനാറിന് പട്ടശ്ശേരി തിരുമേനിയെക്കുറിച്ച് നമ്മളോട് സംവദിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജോയ്സ് തോട്ടയ്ക്കാട് അവറുകളാണ്. അദ്ദേഹത്തോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഔപചാരികമായ നന്ദി പിന്നീട് പറയുമെങ്കിലും ഈ മനോഹരമായ ഹോള് നമുക്ക് നൽകിയത് കോട്ടയം IMA. കോട്ടയം IMAയോടുള്ള നന്ദിയും ഈ സമയത്ത് ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടു കൂടി യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അധ്യക്ഷപ്രസംഗത്തിന് വേണ്ടി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അൽമായ വേദിയുടെ പ്രസിഡന്റുമായ മലങ്കരയിലെ അൽമായയുടെ കരുത്തും ശക്തിയും വിളിച്ചോതുന്ന അൽമായ വേദിയുടെ രണ്ടാമത്തെ പൊതുസമ്മേളന വേദിയിൽ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. മലങ്കര സഭയുടെ സ്വത്വത്തിൻ്റെയും
സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ സഭാ ഭരണഘടന തയ്യാറാക്കുന്നതിനും അംഗീകരിക്കപ്പെടുന്നതിനും അക്ഷീണം പരിശ്രമിച്ച ഭരണഘടനാ ശില്പികളെ മലങ്കര ഓർത്തഡോക്സ് സഭ അൽമായ വേദി ഹൃദയം നിറഞ്ഞ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഉജ്ജ്വലമായ ആ ഓർമ്മകൾക്ക് പ്രണാമം അർപ്പിക്കുകയും അവരുടെ പിൻതലമുറയെ ഹൃദയപൂർവ്വം ആദരിക്കുകയും ചെയ്യും. സഭാ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി സംസാരിക്കുവാനായി പ്രിയപ്പെട്ട സിരിധരൻ സാറും അതേപോലെ തന്നെ ഡെറിൻ രാജുവും ജോയിസ് തോട്ടക്കാടുമൊക്കെ എത്തിയിട്ടുണ്ട്. സഭാ ഭരണഘടനയെക്കുറിച്ച് കൂടുതലായി അവരിൽ നിന്ന് നിങ്ങൾക്ക് ശ്രമിക്കാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സഭയിലെ അൽമായരെ കുറിച്ചാണ്. കാരണം അൽമായ വേദി രൂപം കൊണ്ടത് അൽമായർക്ക് വേണ്ടിയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. 1912 പിളർപ്പോടെയാണ് മലങ്കര സഭയിലെ അൽമായ പങ്കാളിത്തം സജീവമാകുന്നതിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടത്. ഒരു നൂറ്റാണ്ടിനപ്പുറം ഇന്ന് സഭയുടെ വളർച്ചയുടെ പാതയിൽ നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കുന്നതിൽ അൽമായർ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ആധുനിക ലോകത്തിൻ്റെ പ്രായോഗിക തലങ്ങളിൽ സഭയുടെ ശക്തിയും ശബ്ദവുമാകുവാൻ അൽമായർ രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ എന്ന് പുനർവിചിന്തനം നാം നടത്തേണ്ടതുണ്ട്. അൽമായൻ എന്ന വാക്കിനർത്ഥം ലോകത്തോട് ബന്ധപ്പെട്ടവൻ എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന 2 പ്രധാന ആശയങ്ങളാണ് ദൈവജനവും കൂട്ടായ്മയും. സഭാ സമൂഹത്തിലെ എല്ലാ വേർതിരിവുകൾക്കും വ്യത്യാസങ്ങൾക്കും അപ്പുറമുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് ദൈവജനം ഉൾക്കൊള്ളുന്നത്. അൽമായൻ, വൈദികൻ, മെത്രാപ്പൊലീത്ത എന്ന വ്യത്യാസമില്ലാതെ വിശുദ്ധ മാമോദീസ വഴി ദൈവജനത്തിലെ അംഗമായി തീർന്ന ഓരോ വ്യക്തിയും ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ എന്ന നിലയിൽ അന്തസ്സും ദൗത്യവുമുള്ളവനാണ്. പക്ഷേ അൽമായ സമൂഹം പലപ്പോഴും ഇത് വിസ്മരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. വൈദിക ശുശ്രൂഷയുടെയും പൗരോഹിത്യത്തിൻ്റെയും അടിത്തറയും പിൻബലവും എല്ലാ വിശ്വാസികളുടെയും പൊതുവായ പൗരോഹിത്യമാണ്. പൊതുവായ പൗരോഹിത്യമില്ലാതെ വൈദിക ശുശ്രൂഷ പൗരോഹിത്യമല്ല. ഒരേ സമയം ലോകത്തിൻ്റെ വിശാല വേദിയിൽ ജീവിക്കുമ്പോഴും സഭയുടെ ഹൃദയത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് അൽമായ. ക്രിസ്തീയ സഭയെ ആരംഭകാലത്ത് നയിച്ചത് അപ്പോസ്തലന്മാരുടെ നേതൃത്വവും അധികാരവുമായിരുന്നു. ക്രിസ്തുവിൽ വിശ്വാസം സ്വീകരിച്ചവർക്കെല്ലാം പൗരോഹിത്യ പദവി ഉണ്ടെന്ന് അക്കാലത്ത് വിശുദ്ധർ വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മെ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ 3-ാം നൂറ്റാണ്ടിൽ മാമോദീസയിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന പൗരോഹിത്യത്തെക്കുറിച്ചും ചരിത്രരേഖകളുണ്ട്. ആദിമ നൂറ്റാണ്ടുകൾ മുതൽ വൈദികരുടെയും എപ്പിസ്കോപ്പമാരുടെയും തിരഞ്ഞെടുപ്പിൽ അൽമായ സമൂഹം നിർണായക പങ്ക് വഹിച്ചിരുന്നു. സഭാ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിൽ ഇന്നും ജനത്തിനുള്ള പങ്കാളിത്തത്തെ ഇത് ചൂണ്ടിക്കാട്ടുന്നു. ആദിമസഭയിൽ വിശ്വാസത്തിനു വേണ്ടി സഹനവും രക്തസാക്ഷിത്വവും വരിച്ചവരിൽ നല്ലൊരു ഭാഗം അൽമായരായിരുന്നു. മതപീഡനത്തിൻ്റെ കാലത്ത് വിശ്വാസത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ഈ അൽമായ സമൂഹത്തിൻ്റെ ത്യാഗവും സമർപ്പണവുമായിരുന്നു ആദിമസഭയുടെ ശക്തി. 3-ാം നൂറ്റാണ്ട് മുതൽ അൽമായർ ചെയ്തു വന്നിരുന്ന പല സേവനങ്ങളും കാലക്രമേണ അപ്രത്യക്ഷമായി തുടങ്ങി. പിന്നീടുള്ള കാലത്താണ് ആശ്രമ ജീവിതത്തിന് അൽമായരുടെ ഇടയിൽ പ്രചാരം സിദ്ധിച്ചത്. എപ്പിസ്കോപ്പസിയോടുള്ള ബഹുമാനവും വിധേയത്വവുമായി മധ്യകാലഘട്ടത്തിലാണ് അൽമായന്റെ ദൗത്യം അനുസരണത്തിൻ്റെ ഭാഷയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു വന്നത്. 5-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിൽ
ലിയോ മാർപ്പാപ്പ അൽമായർ സഭയിൽ പ്രസംഗിക്കുന്നത് വിലക്കിയിരുന്നുവെന്ന് ഓർക്കേണ്ടതുണ്ട്. പള്ളിയുടെ നിർമ്മാണ ഘടനയിൽ തന്നെ അൽമായന്റെ സ്ഥലവും വൈദികന്റെ സ്ഥലവും തമ്മിൽ വേർതിരിക്കപ്പെടുകയും പൊതാശ അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനയിലും അൽമായ പങ്കാളിത്തത്തിന് നിശ്ചിത വ്യവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്തു. 19-20 നൂറ്റാണ്ടുകളിലെ സഭയുടെ വളർച്ചയിൽ ദൈവശാസ്ത്രപരമായും പ്രത്യേകിച്ച് സഭാശാസ്ത്രപരമായും അൽമായ പങ്കാളിത്തത്തെക്കുറിച്ച് അധികാര ഘടനയിലും ജനകീയ തലത്തിലും അവബോധം സൃഷ്ടിക്കുന്നതിനായിരുന്നു. സാമൂഹിക നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സഭയുടെ ലോകത്തിലുള്ള സാന്നിധ്യവും പ്രവർത്തനവും കാര്യക്ഷമമാക്കുവാനും അതുവഴി ക്രിസ്തുവിൻ്റെ രാജ്യം വളർത്തുവാനും അൽമായ സമൂഹത്തിന് ഒരു പരിധിവരെ സാധിച്ചു. അൽമായ പങ്കാളിത്തവും കൂട്ടുത്തരവാദിത്വവും സവിശേഷമായുള്ള മലങ്കര സഭയ്ക്ക് ഇനിയും വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രായോഗിക ആഭിമുഖ്യമുള്ള വിശ്വാസ പരിശീലനം അൽമായർക്ക് നൽകേണ്ട ആവശ്യകതയെക്കുറിച്ച് സഭാ നേതൃത്വം വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. സഭയിലെ അൽമായ സാന്നിധ്യം പിന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും സാമൂഹിക രാഷ്ട്രീയ രംഗത്താണ്. വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത പള്ളിയിലെ കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുകയും സാമൂഹിക രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വിശ്വാസവിരുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങളും നിലപാടുകളും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും അൽമേർ പ്രത്യേകിച്ച് യുവതലമുറ വഴുതി വീണിട്ടുണ്ട്. ഇതൊരു വെല്ലുവിളിയായി നമ്മുടെ സഭയും അൽമായ വേദിയും കാണുകയും ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ അൽമായർക്ക് കഴിയേണ്ടതുണ്ട്. രാഷ്ട്രീയത്തോടുള്ള നിഷേധാത്മക മനോഭാവം വെടിഞ്ഞ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന മൂല്യബോധമുള്ള ഒരു അൽമായ യുവതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവർത്തന യുവജന പ്രസ്ഥാന തലത്തിൽ വലിയൊരു മുന്നേറ്റം തന്നെ ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. നമ്മുടെ പല ഭദ്രാസനങ്ങളിൽ അൽമായ പങ്കാളിത്ത സംവിധാനങ്ങൾ രൂപം കൊണ്ടത് കുടുംബ കൂട്ടായ്മകളുടെ രൂപീകരണത്തിലൂടെയാണ്. പലരും ഇതിനെ ഒരു പ്രാർത്ഥനാ യോഗമായോ ഒരു സോഷ്യൽ ഒത്തുചേരലായോ മാത്രം കാണുന്നു. ചടങ്ങുകൾക്കപ്പുറം ആദിമ ക്രൈസ്തവ സഭയെ അനുസ്മരിക്കുന്ന പ്രാർത്ഥനയും കൂട്ടായ്മയും പങ്കുവെക്കലും ആധുനിക സഭയിലെ കുടുംബ കൂട്ടായ്മകൾക്ക് ഉണ്ടോ എന്ന് കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ ഇന്നും നമ്മുടെ സഭയിൽ വൈദിക മേധാവിത്വം അതിൽ കവിഞ്ഞ് ഇടപെടലുകൾ നടത്തുന്നു എന്നതാണ് സത്യം. ഒരു ക്ലറിക്കൽ സഭയാണ് ഇന്നും നമ്മുടേതെന്ന് പറഞ്ഞാൽ അതൊരു അതിശോക്തിയാവില്ല. അൽമായ പങ്കാളിത്തത്തെപ്പറ്റി സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രാദേശിക രംഗങ്ങളിൽ യുവ വൈദികർ പോലും ഇതിനായി കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, സഭയുടെ പൊതുവേദികളിൽ നിന്നുപോലും അൽമായരെ കഴിവതും ഒഴിവാക്കുന്ന പ്രവണതയും കൂടിക്കൂടി വരികയാണ്. ആത്മീയ കാര്യങ്ങളിൽ വൈദികർ ശ്രദ്ധ പതിപ്പിക്കുകയും വിദ്യാഭ്യാസം, സാമൂഹികം, ആരോഗ്യം തുടങ്ങി സാമൂഹിക മേഖലകളിൽ അൽമായ നേതൃത്വം രംഗത്തേക്ക് വരാൻ കഴിയും വിധം സഭാ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കണമെന്ന് അൽമായ വേദി ആഗ്രഹിക്കുന്നു. നമ്മൾ വലിയൊരു പാരമ്പര്യത്തിൻ്റെ അവകാശികളാണ്. ആ പൈതൃകത്തിൻ്റെ സൂക്ഷിപ്പുകാരാവാൻ നമുക്ക് സാധിക്കണം. സഭയുടെ സത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഏറ്റവും പ്രധാന പ്രതീകങ്ങളിലൊന്ന് ഭരണഘടനയാണ്. നമ്മുടെ പൂർവികർ കൃത്യമായി ആസൂത്രണം ചെയ്ത് ജീവൻ നൽകിയ ആ ഭരണഘടനയാണ് കാതോലിക്കേറ്റിനെ നിർവചിച്ചത്. കാതോലിക്കേറ്റിൻ്റെയും സഭയുടെയും അധികാരം ഭരണഘടനയിലൂടെ വർദ്ധിച്ചതായി സുപ്രീം കോടതി പോലും കണ്ടെത്തിയിട്ടുണ്ട്. ആ ഭരണഘടനയ്ക്ക് ബലമേകുന്ന പ്രവർത്തനങ്ങൾ ഓരോ വിശ്വാസിയുടെയും ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ സഭ ശക്തിപ്പെടുകയും വളരുകയുള്ളൂ. സഭയുടെ പല നിലപാടുകളോട് വലിയ ആഭിമുഖ്യമൊന്നുമില്ലാത്ത അൽമായർ ഒഴിവാക്കുന്നത് അവരുടെയൊക്കെ പങ്കാളിത്തം ഈ രംഗങ്ങളിൽ ഉറപ്പിക്കാത്തത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ തിരിച്ചറിവിൽ നിന്ന് ഒരു മാറ്റത്തിന് തയ്യാറാകാൻ
സഭാ നേതൃത്വം മുന്നോട്ട് വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രബുദ്ധരായ അൽമായരുടെ പങ്കാളിത്തം സഭയിൽ നിന്ന് വളരെ കുറവാണ്. ഇടവകയിലും ഭദ്രാസനത്തിലുമൊക്കെ മനുഷ്യ വിഭവ നിർണയം നടത്തുന്നത് നന്നായിരിക്കും. ഏതാണ്ട് 10% പേരാണ് സഭാ ശുശ്രൂഷകളിൽ സജീവ പങ്കാളികളാകുന്നത്. അതുൾപ്പെടെ ഏതാണ്ട് 60% പേരെ ഞായറാഴ്ച ക്രിസ്ത്യാനികളെന്ന് വിശേഷിപ്പിക്കാം. ഇന്നത്തെ യുവതലമുറയിലെ നല്ലൊരു ശതമാനം ഉൾപ്പെടെ ഏതാണ്ട് 30 മുതൽ 40% പേർ സഭാജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്നു. ഈ 40% പ്രബുദ്ധരായ അൽമായർ ഉൾപ്പെടെ സഭാജീവിതത്തോട് നിസ്സംഗത പുലർത്തുന്നവരാണ് എന്നാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. വരുന്ന ആളുകളിൽ വലിയ പ്രതിസന്ധികളെയാണ് മലങ്കര സഭ നേരിടേണ്ടി വരുന്നത്. ഇത് തിരിച്ചറിയണമെങ്കിൽ ഇന്ത്യയുടെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ മേഖലകളെക്കുറിച്ച് സഭാ നേതൃത്വവും വിശ്വാസി സമൂഹവും പഠിക്കേണ്ടതുണ്ട്. എതിർപ്പുകളും ആക്ഷേപ അവഹേളനങ്ങളും നിരന്തരം നേരിടേണ്ടി വരുന്നു. സഭയുടെ സേവന ശുശ്രൂഷ മേഖലകളിലേക്കും ആത്മീയ തലങ്ങളിലേക്കും എതിർപ്പുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങൾ, അതിന്മേലുള്ള നീതി പോലും ഇപ്പോൾ നിഷേധിക്കുമ്പോൾ നിശബ്ദരായി നോക്കിക്കാണാനേ നമുക്കാകുന്നു. വിഘടിച്ചു നിൽക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ പോലും റദ്ദു ചെയ്യുന്നതിന് നാം സാക്ഷികളാകേണ്ടി വരും. ആത്മീയതയെ അട്ടിമറിച്ച് സമ്പത്തും സ്ഥാപനങ്ങളും സഭയിൽ ഇടം തേടുന്നതിൻ്റെ ഭവിഷ്യത്തുകൾ ഭിന്നതകളുടെയും പരസ്പരം പോരടിക്കുന്നതിൻ്റെയും രൂപത്തിൽ സഭയെയും സഭാ മക്കളെയും പൊതുസമൂഹത്തിൽ അപഹാസ്യപ്പെടുത്തുന്നുണ്ട്. സഭാ സംവിധാനങ്ങളിൽ ആത്മായ പങ്കാളിത്തം സജീവമാക്കി ഇതിൽ നിന്നൊരു മാറ്റവും ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാകുന്നില്ലെങ്കിൽ മലങ്കര സഭയ്ക്ക് കൂടുതൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അധികാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ ചേരിതിരിഞ്ഞു നിൽക്കാതെ ആചാര പാരമ്പര്യ അനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് മലങ്കര സഭയിലെ വിശ്വാസി സമൂഹത്തെ ഒരൊറ്റ കാഴ്ചപ്പാടിൽ ഒന്നായി കോർത്തിണക്കി ദേശീയ തലത്തിൽ സഭാ നേതൃത്വത്തിന് കരുത്തേക്ക് സമൂഹത്തിൻ്റെ ഒരു നവ നേതൃത്വ നിര പടുത്തുയർത്തുവാനും സഭയിൽ പുതിയൊരു ആത്മായ മുഖം സൃഷ്ടിക്കുവാനും സഭാ നേതൃത്വം തയ്യാറാകേണ്ടതുണ്ട്. ആത്മായ വേദി ലക്ഷ്യമിടുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന നമ്മുടെ സഭയിലെ തർക്കങ്ങളുടെ ശാശ്വത പരിഹാരങ്ങൾക്ക് വേണ്ടിയാണ്. ഇത്തരം യോഗങ്ങൾ അതിന് നമുക്ക് ഊർജം പകരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ സുനിൽ സി എബ്രഹാം, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. AD 56 മാർ തോമസ് ലീഹ നമ്മുടെ മലയാള നാട്ടിലേക്ക് വരികയും മലങ്കരയിലേക്ക് വരികയും സ്ഥാപിക്കുകയും ചെയ്ത നമ്മുടെ സഭ വളരെയധികം വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിട്ട് അതിജീവിച്ചാണ് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നെത്തിയിട്ടുള്ളത്. ഈ അവസ്ഥ നമ്മുടെ ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ഒരു നാഴികക്കല്ല് 1934 ഭരണഘടന തന്നെയാണ്. 34 ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മുടെ സഭ പിന്നീടുള്ള വളർച്ച മുഴുവനും കൈവരിച്ചിട്ടുള്ളത് എന്നുള്ളത് ആർക്കും തർക്കിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. 34 ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസരത്തിൽ, അത് പാസാക്കി അംഗീകരിക്കുന്ന അവസരത്തിൽ നമ്മളാരും ജീവിച്ചിരിപ്പില്ലായിരുന്നു. അതിൻ്റെ ശില്പികൾ ആരൊക്കെയാണെന്ന് നമുക്ക് ചില പേരുകൾ കേട്ടറിവുണ്ട് എന്നുള്ളതല്ലാതെ അവരൊക്കെ ആരും അറിയാനോ അവരുടെ പിൻതലമുറക്കാരാണെന്ന് ആരെന്ന് നമുക്കറിയാനോ സാധിച്ചിട്ടില്ല. അങ്ങനെ സാധിക്കാറില്ല. അവരൊക്കെ കാലയവനികയുടെ ഉള്ളിൽ വിസ്മരിക്കപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെയൊരു അവസ്ഥയിൽ അവരെക്കുറിച്ച് ഓർക്കാനും
അവരെ ആദരിക്കുവാനും അവരെ കിട്ടാനില്ലാത്ത അവസ്ഥയിൽ അവരുടെ പിന്മുറക്കാരെ ആദരിക്കാനും കാണിക്കുന്ന വലിയ ഒരു കാര്യമാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അത് ഈ അൽമായ-വേദി ഇതിനൊരുമ്പെട്ട് ഇറങ്ങിയത് വളരെ സുത്യർഹമായ ഒരു പ്രവർത്തനമാണ്. അവർക്ക് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു. സ്വാഗത പ്രസംഗികൻ പറഞ്ഞതുപോലെ ഓരോ ശില്പികളെയും കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവരുടെ പിന്മുറക്കാരെയൊക്കെ കണ്ടുപിടിക്കാനും അവരാരൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് എന്ന് അതിനൊരുമ്പിട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണ്, ശരിയായിരിക്കാൻ തന്നെയാണ് സാധ്യത. ഇന്ന് 1934 ഇങ്ങനെ ഒരു ഭരണഘടന നമ്മുടെ സഭയ്ക്ക് ശക്തിയും വളരാനുള്ള ഒരു ഊർജവും നൽകും എന്ന് മനസ്സിലാക്കുവാനുള്ള ദീർഘവീക്ഷണം ഇതിൻ്റെ ശില്പികൾക്കുണ്ടായത് നമ്മൾ എത്ര പ്രകീർത്തിച്ചാലും മതിയാകുകയില്ല. അവരുടെ ആ ദീർഘവീക്ഷണത്തിൻ്റെയും അവരുടെ സഭാസ്നേഹത്തിൻ്റെയും ഒക്കെ അനന്തരഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയാണെങ്കിലും 1995 വിധിയിലാണ് ഈ 34 ഭരണഘടന നമ്മുടെ ഭരണഘടന ആണ് എന്ന് അംഗീകരിച്ചതും ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ ഈ സഭയിലെ ഭരണവും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടു പോകാവുള്ളൂ എന്ന് ഒരു വിധി പ്രഖ്യാപിക്കുന്നത്. അവിടെ സഭ എപ്പിസ്കോപ്പലാണോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. അതിന് സുപ്രീം കോടതി ഉത്തരം പറയുമ്പോഴും പറഞ്ഞിരിക്കുന്നത് ദി സഭ ഈസ് എപ്പിസ്കോപ്പൽ ടു ദി എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ 34 ഭരണഘടനയിൽ എപ്പിസ്കോപ്പൽ എന്നുള്ള രീതിക്ക് കൊടുത്തിട്ടുള്ള എത്രയാണോ അതിൻ്റെ അത്രയുമാണ് എപ്പിസ്കോപ്പലാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 34 ഭരണഘടന എല്ലാ വിഷയങ്ങളിലും ആധികാരികമായ ഒരു ഡോക്യുമെൻ്റായി ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഭരണഘടനയുടെ ശില്പികളോടുള്ള കടപ്പാട് എത്ര തീർത്താലും മതിയാകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ പിന്മുറക്കാരെ എങ്കിലും ആദരിച്ച് നമ്മൾ അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നത് ആവശ്യമാണ്. ഇത് ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നിൽ നിക്ഷിപ്തമായി ഇരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം മാത്രമാണ്. 34 ഭരണഘടനയെക്കുറിച്ചും അതിൻ്റെ അത് പാസ്സാക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഗവേഷണം ചെയ്ത് മനസ്സിലാക്കി വളരെ വിശദമായി പ്രതിപാദിക്കുവാനായിട്ട് പ്രാസംഗികർ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഇനി നടക്കാൻ പോകുന്ന സെമിനാറിൽ വളരെ വിശദമായിട്ട് അതൊക്കെ പരാമർശിക്കപ്പെടും. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ജസ്റ്റിസ് കെ സുരേന്ദ്ര മോഹൻ സാറ്, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ സുനിൽ സി എബ്രഹാം, ഡോക്ടർ റോബിൻ പി മാത്യു, ശ്രീ ഡെറിൻ രാജു, ജോയിസ് തോട്ടയ്ക്കാട്, ഷെറിയം പാറേട്ട്, സന്തോഷം സാം, സഭയുടെ ഭരണഘടനാ ശില്പികളായിട്ടുള്ള അൽമായ നേതാക്കന്മാരുടെ പിന്തലമുറയിൽപ്പെട്ട
പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അൽമായ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം സഭയിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം നടന്നതായിട്ട് കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് സഭയിലെ അൽമായ നേതാക്കന്മാരെ അനുസ്മരിക്കുവാനും അവരുടെ പിൻതലമുറയെ ആദരിക്കുവാനും ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതിന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ സാറിവിടെ പറഞ്ഞതുപോലെ ഇതിന്റെ സംഘാടകരെ പ്രത്യേകം അനുമോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 1934 ഭരണഘടനയുടെ അത് രൂപീകരിക്കാനായിട്ട് കൂടിയ ആ ഒരു സമ്മേളനം ഇവിടെ നടക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. കാരണം ഇവിടെ അധ്യക്ഷനായിട്ട് ജസ്റ്റിസ് ഉണ്ട്, ഓരോ ഭരണഘടനാ കമ്മിറ്റിയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ പ്രതിനിധികളെ നമ്മൾ കാണുമ്പോൾ അവരുടെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പം അതുകൊണ്ട് കോട്ടയത്തെ പഴയ സെമിനാരിയിൽ അന്ന് കൂടിയ ആ സമ്മേളനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സമ്മേളനം പോലെ ഈ അൽമായ വേദിയുടെ സമ്മേളനം അനുഭവപ്പെടുകയാണ്. നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ അൽമായർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സഭാചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. സഭയിൽ ഏതെങ്കിലും നിലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു പ്രാസംഗികൻ സഭയുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. അത് കത്തോലിക്കാ സഭയുടെ ഒരു സങ്കല്പമാണ്. സഭ എന്താണ് എന്നുള്ളതിന്റെ ഒരു നിർവചനമായിട്ട് അദ്ദേഹം പറഞ്ഞത് മെത്രാൻ ഇരിക്കുന്നിടമാണ് സഭ. അത് കത്തോലിക്കാ സഭയുടെ, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കാ സഭയുടെ ഒരു ചിന്താഗതിയാണ്. പണ്ട് മുതലേ സഭയുടെ നിർവചനം, പല നിർവചനങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിലൊന്നാണ് മെത്രാൻ ഇരിക്കുന്നിടം ആണ് സഭ എന്നുള്ളത്. പക്ഷേ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ ആ ഒരു കാഴ്ചപ്പാടല്ല ഉള്ളത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ മെത്രാനും വൈദികരും അൽമായരും എല്ലാവരും കൂടി ചേർന്നതാണ് സഭ എന്ന് പറയുന്നത്. നമ്മുടെ സഭയുടെ പാരമ്പര്യം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, ഔദ്യോഗികമായിട്ട് മലങ്കര അസോസിയേഷനൊക്കെ 1876 ഫോം ചെയ്യപ്പെടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അൽമായർക്ക് പ്രാതിനിധ്യമുള്ള മലങ്കര പള്ളിയോഗങ്ങൾ ഉണ്ടായിരുന്നു. ആ പള്ളിയോഗങ്ങളുടെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് പിന്നീട് ഒരു നിയമസംഹിത എന്നുള്ള രൂപത്തിൽ 1876 സഭയ്ക്ക് ഒരു നിയമസംഹിതയും അതിന് അസോസിയേഷനും മാനേജിംഗ് കമ്മിറ്റിയും ഒരു ഭരണ സംവിധാനവും പിന്നീട് 1934 ഭരണഘടനയും ഒക്കെ രൂപീകരിക്കപ്പെട്ടത്. അപ്പം അത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല, അത് ചരിത്രത്തിന്റെ ആനുപൂർവികതയിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതിയുടെ വിധികളിൽ 1934 ഭരണഘടന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭരണഘടനയാണെന്നൊക്കെ അവകാശപ്പെടുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതിനു മുമ്പേ ഭരണഘടന ഉണ്ടായിട്ടുണ്ട് പല പ്രസ്ഥാനങ്ങൾക്കും. ഇപ്പം SNDP യോഗത്തിന്റെ ഭരണഘടന 1903 തോന്നുന്നു. NSSന്റെ ഭരണഘടന 1914 മറ്റോ NSSന്റെ ഭരണഘടന ഉണ്ടായിട്ടുണ്ട്. നമ്മുടേത് 1934 പോലും അതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തിലുള്ള 1876 ഒരു നിയമ സംഹിതയും അതിനു മുമ്പ് ഓരോ സമ്മേളനങ്ങളിൽ രൂപീകരിക്കപ്പെട്ട
സംഹിതകളും നിയമസംഹിതകളും ഒക്കെ ഉണ്ട്. പക്ഷേ 1934 ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് അതിനു മുമ്പുള്ള പല ഭരണഘടനയും നമ്മുടെ വിശ്വാസാചാരങ്ങളും ഭരണവും കൂടി സംയോജിക്കപ്പെട്ട് വന്നിരുന്നെങ്കിൽ 1934 ഭരണഘടനയിൽ എത്തുമ്പോൾ അത് സഭയുടെ കാനൂനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, അത് സഭയുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. മറ്റേ ഹുദായ കാനൂനും ഒക്കെ അത് സഭയുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതിനെയൊക്കെ നിർവചിക്കുന്ന കാനൂനുകൾ വേറെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഞാൻ കൂടുതലായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് പിന്നാലെ ഇവിടെ സംസാരിക്കുന്ന ഡെറിനും അതുപോലെ തന്നെ ജോയ്സും ഒക്കെ അത് സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അപ്പം ഞാനിവിടെ ഒരു കാര്യം മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അൽമായരുടെ നേതൃത്വത്തിലാണ് സഭയിൽ പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ സിറിയൻ സ്റ്റുഡന്റ് കോൺഫറൻസ് 1907 അത് അൽമായരുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതുപോലെ പൗരസ്ത്യ സുവിശേഷ സമാജം 1925, അതുപോലെ മർത്തമറിയം സമാജം 1928, സൺഡേ സ്കൂൾ പ്രസ്ഥാനം 1931. ഇതിലൊക്കെ അൽമായരുടെ സാന്നിധ്യവും അവരുടെ നേതൃത്വവും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാലത്ത് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ അൽമായരുണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് ഇപ്പോ അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വൈദികനെ നിയമിക്കുന്ന ഒരു രീതിയൊക്കെ വന്നത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ സഭയുടെ ആദിമകാലം മുതൽ തന്നെ മാത്രമല്ല ആധുനിക കാലത്തും അൽമായരുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അൽമായരുടെ സേവനം സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭ നിലനിന്ന് പോകുന്നത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പിന്നെ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സഭാ ഭരണഘടന രൂപീകരിക്കുവാനായിട്ട് കൂടിയ ആ സമിതിയിൽ അംഗങ്ങളായിരുന്ന സഭാ നേതാക്കന്മാരെ അനുസ്മരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ തന്നെ നമ്മുടെ മീറ്റിംഗ് ഒത്തിരി വൈകിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇനിയും സംസാരിക്കാനായിട്ട് ആളുകളുണ്ട്. അതുകൊണ്ട് എന്നോട് അരമണിക്കൂർ എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അത്രയും സമയം എടുക്കുന്നില്ല. മാത്രവുമല്ല ആ 16 പേരെ കുറിച്ചും സംസാരിക്കാനായിട്ട് ഉള്ള സമയവും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അൽമായ നേതാക്കന്മാരായിട്ടുള്ള കുറച്ച് ആളുകളെ 5-6 പേരെ കുറിച്ച് മാത്രം ഒന്ന് സംസാരിക്കാനായിട്ടാണ് ഞാനിവിടെ മുതിരുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പ്രസിഡന്റ് ഇവിടെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഇവിടെ പറയുകയുണ്ടായി. ആ 16 പേരുടെയും പേരുകളും അവരുടെ പശ്ചാത്തലമൊക്കെ അദ്ദേഹം ഇവിടെ വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ, അതുപോലെ കന്നുകുഴിയിൽ കുരുവിള എഞ്ചിനീയർ, KC മാമൻ മാപ്പിള, റാവു സാഹിബ് OM ചെറിയാൻ, MA ചാക്കോ, AM വർക്കി, KC ചാക്കോ, ജേക്കബ് കുര്യൻ മാവേലിക്കര, റാവു സാഹിബ്, ഡോക്ടർ വർഗീസ് ചീരൻ, ഇങ്ങനെയുള്ള ഒത്തിരി സഭാ നേതാക്കന്മാര് ആ കാലഘട്ടത്തിലുണ്ട്. ഞാൻ സഭാ ഭരണഘടന രൂപീകരിച്ച ആളുകളെ കുറിച്ച് മാത്രമല്ല മറ്റു ചില പേരുകളും കൂടി ഇവിടെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അക്കാലത്ത് സഭയ്ക്ക് നേതൃത്വം നൽകിയ മറ്റു ചില അൽമായരുടെയും പേരുകൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇലഞ്ഞിക്കൽ ജോൺ വക്കീലിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഒരുപക്ഷെ ഭരണഘടനാ രൂപീകരണ സമയത്ത് സഭയിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും സമുദായ സംഘടനയിലും ഒക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച EJ ജോൺ വക്കീൽ ആ ഇലഞ്ഞിക്കൽ കുടുംബത്തെ തന്നെ നമുക്ക് അറിയാം. ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് തന്നെ സഭാ നേതൃത്വത്തിൽ ഉള്ള ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് ജോൺ വക്കീൽ സഭാ സേവനത്തിലേക്ക് വരുന്നത്. അദ്ദേഹം തിരുവനന്തപുരം ലോ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. അതുപോലെ തന്നെ വടശ്ശേരി തിരുമേനിക്ക് മുമ്പ് ദിവനാസു തിരുമേനിയുടെയും ഒക്കെ പുലിക്കോട്ടിൽ തിരുമേനിയുടെയും ഒക്കെ ആലോചനാ സമിതിയിലെ അംഗവുമായിരുന്നു അദ്ദേഹം.
1912 സെപ്റ്റംബർ 15 നമ്മൾ കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിച്ചപ്പോൾ അതിന് മുൻകൈയെടുക്കുകയും അത് നിരണം വലിയ പള്ളിയിൽ വെച്ച് ആ ചടങ്ങ് നടത്താനുള്ള അതിനുള്ള വേദി ഒരുക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള ഇരിഞ്ഞിക്കൽ EJ ജോൺ വക്കീലിനെ നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റൊരു സേവനമാണ് നമ്മുടെ ബഥനി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ ബഥനി ആശ്രമത്തിന് വേണ്ടി പെരുന്നാട്ടിൽ 100 ഏക്കറോളം സ്ഥലം അദ്ദേഹം സംഭാവനയായിട്ട് നൽകുകയുണ്ടായി. ഇപ്പോൾ നമ്മുടെ ബഥനി പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് അദ്ദേഹം സൗജന്യമായിട്ട് കൊടുത്ത ആ സ്ഥലത്താണ്. ഞാൻ വളരെ വേഗത്തിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. റാവു സാഹിബ് OM ചെറിയാൻ, അത് അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സഭാ ഭരണഘടനയെക്കുറിച്ചുള്ള ആലോചനാ യോഗങ്ങളുടെ കൺവീനറായിട്ട്, ആ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുത്തത് റാവു സാഹിബ് OM ചെറിയാനെയാണ്. അദ്ദേഹം വലിയൊരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു, വലിയൊരു സാഹിത്യകാരനായിരുന്നു. അതിനൊക്കെ പുറമെ ഉജ്ജ്വല വാഗ്മിയുമായിരുന്നു. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള വലിയ പ്രഭാഷകരിൽ ഒരാളാണ് OM ചെറിയാൻ. നമുക്ക് ഈ അടുത്ത കാലത്തുള്ള പ്രഭാഷകരെയൊക്കെ മാത്രമേ നമുക്കറിയത്തുള്ളൂ. സുകുമാർ അഴീക്കോട്, അല്ലെങ്കിൽ ജോസഫ് മുണ്ടശ്ശേരി, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രസംഗകരെ കുറിച്ച്, G ശങ്കരക്കുറുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രസംഗകരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കാലത്ത് അദ്ദേഹം 1944 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ 80ാമത്തെ ചരമദിനമാണ് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം കേരളത്തിലെ പ്രഗത്ഭരായ പ്രസംഗകരിൽ അക്കാലത്തെ വലിയ ജനശ്രദ്ധ നേടിയ ഒരു പ്രഭാഷകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. ഇവിടെ ബഥനി പ്രസ്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. മാർ യുവാനിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ബഥനി പ്രസ്ഥാനം രൂപം കൊണ്ടത് OM ചെറിയാന്റെ ഒരു പ്രസംഗത്തിന്റെ ഫലമായിട്ടാണ്. അദ്ദേഹം പഴയ സെമിനാരിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഈ വനിതകൾ സഭയിലേക്ക് മുമ്പോട്ട് വരണമെന്നും അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കുള്ളതുപോലെ തന്നെ കന്യാസ്ത്രീകൾ സഭയിൽ ഉണ്ടാകണമെന്നും മൊണാസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടതാണെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു വലിയൊരു പ്രഭാഷണം അവിടെ ഒരു മീറ്റിംഗിൽ നടത്തുകയുണ്ടായി. അപ്പോൾ ആ മീറ്റിംഗിൽ അന്ന് അറ്റൻഡ് ചെയ്തിരുന്ന PT ഗീവർഗീസ് ചെമ്മാശൻ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് ഇങ്ങനെ ഉളക്കിക്കിടന്നു, ഈ ഒരു ആശയം. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു മെത്രാപ്പോലിത്ത ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ബഥനി പ്രസ്ഥാനം അത് ആരംഭിച്ചത്. പക്ഷെ പിന്നീട് നമുക്കറിയാം 1930കളിൽ അദ്ദേഹം മറ്റൊരു സഭയായിട്ട് അദ്ദേഹം സഭാംഗങ്ങളായ കുറെ ആളുകളെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മെത്രാപ്പോലിത്തായെയും കുറെ അച്ഛന്മാരെയും ഒക്കെ ആയിട്ട് മറ്റൊരു സഭയായിട്ട് അദ്ദേഹം മാറിപ്പോയി. പക്ഷെ ആ മാറിപ്പോയ സമയത്ത് ഒരുപാട് ആളുകൾ ആ ബഥനി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായി പോകാനായിട്ട് തുടങ്ങിയ സമയത്ത് OM ചെറിയാൻ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഇതിനെതിരെ പ്രസംഗിച്ചു. അപ്പോൾ മറ്റ് ആളുകളോടൊപ്പം തന്നെ OM ചെറിയാൻ നടത്തിയ പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് അതിനെ റീത്ത് ഖണ്ഡന പ്രസംഗങ്ങൾ എന്നാണ് കാലത്ത് നമ്മൾ ചില ലേഖനങ്ങളിൽ വായിക്കുന്നത്. റീത്ത് ഖണ്ഡന പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് പുതുപ്പള്ളി കൺവെൻഷനിലും മറ്റ് കൺവെൻഷനുകളിലും ഒക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഒരുപാട് ആളുകളെ സഭയിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചു. KC മാമൻ മാപ്പിളയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നമുക്ക് സഭയിലെ അൽമായരിലെ ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ KC മാമൻ മാപ്പിളയായിരിക്കും. മലയാള മനോരമയുടെ പത്രാധിപർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലും ഒക്കെ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് KC മാമൻ മാപ്പിള. അദ്ദേഹം പത്രപ്രവർത്തകൻ, അതുപോലെ തന്നെ വ്യവസായി, സാമൂഹിക രാഷ്ട്രീയ ചിന്തകൻ, സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെ ഉള്ള വിവിധ നിലകളിൽ കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്.
അദ്ദേഹം കോട്ടയം CMS കോളേജിലും അതുപോലെ തന്നെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ഒക്കെ പഠിച്ച് പിന്നീട് കോട്ടയം MD സെമിനാരി സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മാറി മനോരമയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരികയും മലയാള മനോരമയെ ആദ്യകാലത്ത് നമ്മൾ മലയാള മനോരമയുടെ ഓരോ പേജുകളും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ കൂടുതലും ഇത് ഒരു സഭയുടെ പ്രസിദ്ധീകരണമാണോ എന്നുള്ളൊരു സംശയം തോന്നും. ഞാൻ OM ചെറിയാനെ കുറിച്ചുള്ള ഗവേഷണം നടത്തിയ സമയത്ത് മലയാള മനോരമയുടെ ആദ്യത്തെ ലക്കം മുതൽ 1944 വരെയുള്ള 44 OM ചെറിയാൻ കാലം അദ്ദേഹം അന്തരിച്ചു, അതുവരെയുള്ള ഓരോ പേജും കുത്തിയിരുന്ന് 3 മാസം എടുത്ത് ഞാൻ മറിച്ചു നോക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആദ്യകാലത്ത് ഒരു 1930 വരെ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് സഭാ സംബന്ധമായിട്ടുള്ള വാർത്തകളാണ്. അത് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് മാത്രമല്ല, മറ്റ് സഭകളെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് പ്രാധാന്യത്തോടുകൂടി ലേഖനങ്ങളുമൊക്കെ മനോരമയിൽ വരുന്നത്. എന്നാൽ പിന്നീട് കുറെ കഴിയുമ്പോൾ അത് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൂടുതലായിട്ട് വരികയും സഭാ വാർത്തകൾ അതിനാനുപാതികമായിട്ട് കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതൊരു കുറവായിട്ടല്ല, എല്ലാ സമൂഹത്തെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പത്രമായിട്ട് മനോരമ വളരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം അത് ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹം അങ്ങനെ ചെയ്തതോടൊപ്പം സുറിയാനി സഭാ സംരക്ഷകൻ എന്ന് പറയുന്ന ഒരു മാസിക മലയാള മനോരമയോടൊപ്പം തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അത് സഭാ സംബന്ധമായിട്ടുള്ള വാർത്തകളും പ്രത്യേകിച്ച് സഭയെ കേസിന്റെ സമയത്ത് പലതരത്തിലുള്ള കേസുകൾ സഭയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആളുകൾ നിരാശരാകാതെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം മനോരമയോടൊപ്പം തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഒരു പത്രമാണ് ഈ സുറിയാനി സഭ സംരക്ഷകൻ എന്ന് പറയുന്നത്. മറ്റൊരാള് പ്രൊഫസർ AM വർക്കി, അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷണനും അതുപോലെ ഒരു വലിയൊരു എക്യൂമിനിസ്റ്റുമായിരുന്നു അദ്ദേഹം. വിവിധ സഭകളുടെ പ്രാതിനിധ്യത്തോടുകൂടിയാണ് അദ്ദേഹം ആലുവ UC കോളേജ് അക്കാലത്ത് KC ചാക്കോയും AM വർക്കിയും അങ്ങനെയുള്ള നേതാക്കന്മാര് ഒരുമിച്ച് ചേർന്ന് ഒരു എക്യൂമെനിക്കൽ പ്രസ്ഥാനമായിട്ടാണ് ആലുവ UC കോളേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം മദ്രാസ് സർവകലാശാലയിൽ നിന്നും MAയും അതുപോലെ തന്നെ LLBയും പാസ്സായി. ആദ്യം ഒരു വക്കീലായിട്ടാണ് അദ്ദേഹം ജോലിയിൽ ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തേക്ക് ഹൈസ്കൂൾ അധ്യാപകനായി, പിന്നീട് UC കോളേജിന്റെ പ്രിൻസിപ്പലായി ഒരുപാട് വർഷം 10-20 വർഷത്തോളം UC കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം കുറച്ചുനാള് സഭയുടെ ഒരു ഓണററി സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുകയുണ്ടായി. ആ സമയത്താണ് നമ്മുടെ മലങ്കര സഭ മാസിക ആരംഭിക്കുന്നത്. 1946 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 വർഷം മുമ്പ് മലങ്കര സഭ മാസിക ആരംഭിക്കാനായിട്ട് ഉള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത് പ്രൊഫസർ AM വർക്കിയാണ്. അദ്ദേഹവും വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സഭകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനും ഒക്കെയുള്ള എക്യൂമെനിക്കൽ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിത്വമാണ്. മറ്റൊരാള് P. ജേക്കബ് കുര്യൻ, മാവേലിക്കരക്കാരനായ ജേക്കബ് കുര്യൻ. അദ്ദേഹത്തെ പത്രാധിപർ ജേക്കബ് കുര്യൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം സഭയ്ക്കും അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ സാമൂഹിക രാഷ്ട്രീയ വളർച്ചയ്ക്കും മികച്ച സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു, സാഹിത്യകാരനായിരുന്നു, അതുപോലെ തന്നെ ഒരു ഉജ്ജ്വല വാഗ്മിയുമായിരുന്നു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ട് വളരെ കാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MLs അക്കാലത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന പല പത്രങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ നിലയിൽ 1914 ആരംഭിച്ച ഒരു പത്രമാണ് കേരളാഭിമാനി എന്ന് പറയുന്ന പത്രം. അത് തിരുവിതാംകൂറിലെ ക്രൈസ്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി
വാദിക്കുന്ന, വളരെ ശക്തമായി വാദിക്കുന്ന ഒരു പ്രസിദ്ധീകരണം എന്നുള്ള നിലയിൽ ഈ കേരളാഭിമാനി എന്ന് പറയുന്ന പത്രം വളരെ പ്രശസ്തമായിരുന്നു അക്കാലത്ത്. അതിന്റെ പത്രാധിപരെന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ പത്രാധിപർ ജേക്കബ് കുര്യൻ എന്ന് പിന്നീട് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അക്കാലത്ത് ക്രൈസ്തവർ രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് കേരള ക്രൈസ്തവ സേവക സമിതി എന്ന് പറയുന്നത്. അത് മതഭേദമന്യേ എല്ലാ പൗരന്മാർക്കും തുല്യാവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കേരള ക്രൈസ്തവ സേവക സമിതി. 1929 സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ്. അപ്പം അതിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മുഖപത്രമായിട്ട് കേരള സേവകൻ എന്ന് പറയുന്ന ഒരു പത്രം പി ജേക്കബ് കുര്യൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപോലെ തന്നെ സിറിയൻ ക്രിസ്ത്യൻ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, അതിന്റെ പ്രധാന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സാമൂഹിക രാഷ്ട്രീയ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിച്ച സിറിയൻ ക്രിസ്ത്യൻ കോൺഫറൻസ്, അതിന്റെയും അധ്യക്ഷനായിട്ട് അദ്ദേഹം വലിയ സേവനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ്. മറ്റൊരാളാണ് M.A. ചാക്കോ. മഴുവഞ്ചേരിൽ, കൊച്ചി രാജ്യത്തെ M.A. ചാക്കോ. M.A. ചാക്കോ സാറിന്റെ ജീവചരിത്രത്തിന് പേരിട്ടിരിക്കുന്നത് നസ്രാണി സിംഹം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. നസ്രാണി സിംഹം. അപ്പൊ അദ്ദേഹം കൊച്ചി രാജ്യത്ത് അവിടുത്തെ പോലീസ് സൂപ്രണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സർക്കാരിന്റെ പല ഉന്നത മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം കൃഷി വകുപ്പിന്റെ ഡയറക്ടറായിരുന്നു, വ്യവസായ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോലീസ് കമ്മീഷണറായിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പോലീസ് കമ്മീഷണറായിരുന്ന സമയത്ത് നമ്മുടെ സഭയുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും, കൊച്ചി രാജ്യത്ത് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ സേവനം സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും പക്ഷപാതപരമായിട്ടുള്ള സേവനമല്ല. യഥാർത്ഥത്തിൽ സഭയ്ക്ക് നിയമപരമായി കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും, അല്ലെങ്കിൽ സഭ നിയമപരമായി അവിടെ ലഭിക്കേണ്ട പല കാര്യങ്ങളും അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കമ്മീഷണറായിട്ട്, പോലീസ് കമ്മീഷണർ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ പള്ളി പ്രതിപുരുഷനായിട്ട് പങ്കെടുക്കുകയും പിന്നീട് മാനേജിംഗ് കമ്മിറ്റി അംഗമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഈ പരുമല സെമിനാരിയുടെ വരുമാനം സഭയുടെ തെക്കൻ പ്രദേശത്തുള്ള സ്കൂളുകളുടെ നടത്തിപ്പിന് മാത്രമായി പരിമിതപ്പെടുത്താതെ വടക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രയോജനപ്പെടുത്തണം. അതുപോലെ സഭയ്ക്കുള്ളിലെ ആ സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പറയുന്നത് അന്നും ഇന്നും ഒക്കെ പരുമല സെമിനാരിയിൽ സഭാംഗങ്ങൾ കൊണ്ടിടുന്ന നേർച്ചയാണ്. അപ്പൊ അത് അന്നൊക്കെ ഈ തെക്കൻ ഭാഗത്തുള്ള സ്കൂളുകളിൽ, സഭയ്ക്ക് ധാരാളം സ്കൂളുകൾ അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ച് പുലിക്കോട്ടിൽ തിരുമേനിയും വടശ്ശേരി തിരുമേനിയും ഒക്കെ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിൽ വളരെ ഉത്സാഹം കാട്ടിയിരുന്നു. അപ്പൊ ഈ തെക്ക് ഭാഗത്തുള്ള സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം ഈ പരുമലയിലെ നേർച്ച ആയിട്ട് വീഴുന്ന പണം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്നുള്ളൊരു പരാതി വടക്കർക്കുണ്ടായിരുന്നു. അപ്പൊ ഈ തെക്കരെ വടക്കരെ എന്നൊക്കെയുള്ളൊരു ചിന്ത അന്ന് വളരെ രൂക്ഷമായിരുന്നു, ഇന്നും അതുണ്ട്. അപ്പോൾ വടക്ക് ഭാഗത്തുള്ള സ്കൂളുകളിലും സഭയുടെ പ്രവർത്തനത്തിനുമൊക്കെ ഈ ഫണ്ട് കിട്ടണം, ന്യായമായ ഫണ്ട് കിട്ടണം എന്നൊക്കെയുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും സഭയ്ക്ക് ഒരു സുസ്ഥിരമായ അടിത്തറ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ സഭാപരം മാത്രമല്ല, നിയമപരവും
രാഷ്ട്രീയവുമായ മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. പരിശുദ്ധ അബ്ദുള്ള പാത്രിക്കീസ് ഉൾപ്പെട്ട കരിങ്ങാച്ചിറപ്പള്ളി വ്യവഹാരത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് സഭാകാര്യങ്ങളും രാജ്യഭരണവും തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലിനെ വ്യക്തമാക്കുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തെ തിരുവിതാംകൂറിൽ നിന്നും അന്നത്തെ ദിവാൻ CP രാമസ്വാമി അയ്യർക്ക് മുമ്പാണ്, ദിവാന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ദിവാനെ വിമർശിച്ചു എന്നുള്ള പേരിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തി. പക്ഷേ ഈ നാടുകടത്തിയ സമയത്ത് നമ്മുടെ പുലിക്കോട്ടിലെ ഒരു ജോസഫ് ചെമ്മാച്ചൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് അഭയം കൊടുത്തു. പക്ഷെ ഇത് പിന്നീട് വലിയൊരു വിവാദമായിട്ട് മാറിയ സമയത്ത് MA ചാക്കോ ഇടപെടുകയും അദ്ദേഹത്തെ വേറെ ഒരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഭയെന്നുള്ള നിലയിൽ ആ ഒരു സംഭവത്തെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ അക്കാലത്ത് തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവും ഒക്കെ ആണല്ലോ. അപ്പോൾ ഈ രാജഭരണം അല്ലെങ്കിൽ ആ സർക്കാരുകൾക്ക് സഭയോടുള്ള സമീപനത്തിൽ വ്യത്യാസം വരും എന്ന് ഉള്ള ഒരു കാരണം കൊണ്ട് അദ്ദേഹം കോഴിക്കോട്ടിൽ ജോസഫ് ചെമ്മാച്ചനോട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ മറ്റ് എവിടെയെങ്കിലും താമസിപ്പിക്കുന്നതാണ് ഉചിതം. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് പാലക്കാട്ട് അദ്ദേഹം പോയി താമസിക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ പല മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. എങ്കിലും സഭയിൽ എറണാകുളത്തും തൃശ്ശൂരും വടക്കാഞ്ചേരിയിലുമൊക്കെ ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. അദ്ദേഹം ചരമമടയുന്നത് തന്നെ സഭയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. കോട്ടയത്തെ പഴയ സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് സമുദായ കേസിൽ സാക്ഷി വിസ്താരത്തിൽ പങ്കെടുക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു ദിവസം രാവിലെ സെമിനാരിയിൽ നിന്ന് കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും പിന്നീട് അന്തരിക്കുകയുമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ KC ചാക്കോ, അദ്ദേഹവും കണ്ടത്തിൽ കുടുംബാംഗമാണ്. KC ചാക്കോ മാവൻ മാപ്പിളയുടെ ഇളയ സഹോദരൻ, വിദ്യാഭ്യാസ പ്രവർത്തകനും ആത്മീയാചാര്യനും എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളുടെ പ്രാരംഭകനുമായിരുന്ന KC ചാക്കോ. അദ്ദേഹം സഭാ സമാധാനത്തിന് വേണ്ടി നിർണായകമായ നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ ആലുവ UC കോളേജിന്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. അതുപോലെ അവിടെ തന്നെ ഫെലോഷിപ്പ് ഹൗസ് എന്ന് പറയുന്ന വിവിധ സഭാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകളും ഒക്കെ നടത്തുന്ന ഫെലോഷിപ്പ് ഹൗസ്, അതിന്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. വേൾഡ് സ്റ്റുഡന്റ് ക്രിസ്ത്യൻ കോൺഫറൻസ് WSCF എന്ന് പറയുന്ന വേൾഡ് സ്റ്റുഡന്റ് ക്രിസ്ത്യൻ കോൺഫറൻസിൽ അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. YMCAയിൽ അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ സഭയുടെ ആലുവ വട്ടവേശ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു ഉത്സാഹത്തിലാണ് ഈ ആലുവയിലെ വട്ടമേശ സമ്മേളനം. സഭാ കേസിന്റെ പാരമ്യതയിൽ സമ്മേളനം നടക്കാനായിട്ട് ഒരു മുഖാന്തരമായത് അദ്ദേഹമാണ്. മറ്റൊരാള് കുന്നംകുളം സ്വദേശിയായ റാവു സാഹിബ് ഡോക്ടർ വർഗീസ് ചീരൻ. അദ്ദേഹം സഭയുടെ ഈ 1934 ഭരണഘടനയുടെ നിർമ്മാണത്തിൽ അദ്ദേഹത്തിന് വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ല എങ്കിൽ തന്നെയും അക്കാലത്തെ ഒരു വളരെ പ്രമുഖനായ ഒരു അലമായ നേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് റാവു സാഹിബ് ഡോക്ടർ വർഗീസ് ചീരൻ. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, ഒരു ഭിഷഗ്വരനായിരുന്നു. അദ്ദേഹത്തിന്റെ സർജൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സൂപ്രണ്ട് എന്നുള്ള നിലയിലും ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നുള്ള നിലയിലും ഒക്കെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മദ്രാസിലായിരുന്ന സമയത്താണ് അബ്ദുള്ള പാത്രിക്കീസ് കേരളത്തിൽ സന്ദർശനം നടത്തുന്നത്. അപ്പം അന്ന് അബ്ദുള്ള പാത്രിക്കീസിനെ സ്വീകരിക്കാനായിട്ട് പോയ കൂട്ടത്തിൽ അദ്ദേഹവുമുണ്ട്, ഡോക്ടർ ചീരനുമുണ്ട്. ഡോക്ടർ ചീരനെ അബ്ദുള്ള പാത്രിക്കീസ് പ്രത്യേകം ഒരു പതക്കമൊക്കെ നൽകി ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിൽ സഭയ്ക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയായിരുന്നു.
മാത്രവുമല്ല MP പത്രോസ് ശമാശനോടൊപ്പം ശ്രീബാദാസ സമൂഹം രൂപീകരിക്കുന്നതിൽ ഈ റാവു സാഹിബ് ഡോക്ടർ വർഗീസ് ചീരൻ അദ്ദേഹം വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സഭാ നേതാക്കന്മാരെ നമുക്ക് അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് ഇവിടെ ജോയ്സുമൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വലിയൊരു ലിസ്റ്റ് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയുണ്ടായി. അതിലെല്ലാവരെയും ഒന്നും കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. ക്രമേണ നമുക്ക് ആ ഓരോ അംഗങ്ങളെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതനുസരിച്ച് അവരെയൊക്കെ സ്മരിക്കാനും അവരുടെയൊക്കെ സംഭാവനകൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരമുണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശയാണ് എനിക്കുള്ളത്. അതുമാത്രമല്ല, അക്കാലത്ത് ഉണ്ടായിരുന്ന മറ്റ് പേരുകൾ കിട്ടിയിട്ടുള്ള പലരുടെയും വിവരങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സപ്ലിമെന്റിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിൽ പറയുന്ന ആളുകൾ മാത്രമല്ല, പിന്നീട് സഭയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ വലിയ നേതാവായിരുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന CM സ്റ്റീഫൻ, അതുപോലെ തന്നെ പിന്നീട് കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഡോക്ടർ PC അലക്സാണ്ടർ ഉണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ രംഗത്തും മറ്റ് സാമൂഹ്യ രംഗത്തുമൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും അതേസമയം സഭയ്ക്ക് വേണ്ടി അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവരെയൊക്കെ അൽമായവേദി അനുസ്മരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട സുരേന്ദ്രമോഹൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, മലങ്കര സഭാ ഭരണഘടനയുടെ 90 വർഷങ്ങൾ പൂർത്തിയാകുന്നു. 1934 ഡിസംബർ 26-ാം തീയതി സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പാസ്സാക്കുകയും അന്ന് തന്നെ എപ്പിസ്കോപ്പൽ സിനഡ് പാസ്സാക്കുകയും അന്ന് തന്നെ നിലവിൽ വരികയും ചെയ്ത ഭരണഘടനയുടെ 90-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ സഭ ഔദ്യോഗികമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൽ ഉൾപ്പെടുന്ന അൽമായ പ്രമുഖരെ അനുസ്മരിക്കുന്ന ഈ ഒരു സമ്മേളനം എന്തുകൊണ്ടും ഉചിതമായ ഒന്നാണ്. കാരണം ഈ അൽമായ പ്രമുഖരുടെ പങ്ക് അൽമായരുടെ പങ്ക് എങ്ങും പരാമർശിച്ച് കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ 2019 ഞാൻ ആദ്യമായിട്ട് ഈ പുസ്തകത്തിന്റെ 1-ാം പതിപ്പ് പുറത്തിറക്കുന്നത്. അതിനുശേഷം ഈ ഒരു അവസ്ഥയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും അൽമായരുടെ പങ്ക് എങ്ങും പരാമർശിച്ചു കാണുന്നില്ല എന്നത് ഒരു വലിയ അളവിൽ സത്യമാണ്. സമയം അല്പം വൈകിയതുകൊണ്ട് ഞാൻ നേരിട്ട് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മലങ്കരയുടെ സഭയുടെ ഭരണം ഒരിക്കലും ഒരു എപ്പിസ്കോപ്പൽ ഭരണം ആയിരുന്നില്ല. എപ്പിസ്കോപ്പൽ ഏകപക്ഷീയമായ ഒരു ഭരണമായിരുന്നില്ല. വൈദികർക്കുള്ള പങ്ക് എത്രയാണോ അത്രയുമോ അതിലധികമോ ആയ ഒരു പങ്ക് എക്കാലവും സഭയിലെ അവൈദികരും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കണക്കാക്കാൻ സാധിക്കുന്നത് റോമൻ രീതികൾ, കത്തോലിക്ക രീതികൾ മലങ്കര സഭയിൽ ഏൽപ്പിക്കുവാനായിട്ട് അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിച്ച ഉദയംപേരൂർ സുന്നഹദോസിന് വേണ്ടി നോട്ടീസ് കൽപ്പന അയക്കുന്ന അലക്സിസ് ഡി മെനസിസ് തന്നെ ആ നോട്ടീസ് കൽപ്പനയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് മലങ്കരയിൽ നടപ്പ് രീതി എന്താണെന്ന്. അദ്ദേഹം പറയുന്നുണ്ട്, ജനങ്ങൾ പള്ളികളിൽ സമ്മേളിച്ച് ഉത്തമന്മാരായ 4 പേരെ വീതം പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തി സുന്നഹദോസിലേക്ക് അയക്കണം. 1599 മെയ് മാസം 14-ാം തീയതി ചേന്ദമംഗലത്ത് നിന്ന് അയച്ച ഈ സർക്കുലറിൽ നിന്ന് തന്നെ മലങ്കരയിൽ ഒരു തീരുമാനം, മലങ്കരയെ ആകമാനം ബാധിക്കുന്ന ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനകത്ത് വൈദികർ മാത്രമല്ല അവൈദികരും കൂടി ഉൾപ്പെടണം. എന്നാൽ വിശ്വാസപരമായ തീരുമാനമെടുക്കുന്ന സമിതിയിൽ അവൈദികർ ഉണ്ടാകാൻ കത്തോലിക്ക വിജ്ഞാനീയ പ്രകാരം യാതൊരു സാധ്യതയുമില്ല. എങ്കിലും വൈദികരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്, ഒരു സമിതിയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ മലങ്കര അത് അംഗീകരിക്കുകയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അലക്സിസ് ഡി മെനസിസ് പോലും ഇപ്രകാരം ഒരു സർക്കുലർ അയക്കുന്നത്.
ഈ വളയമില്ലാതെ ചാടാനായിട്ട് നസ്രാണികൾ ഒരിക്കലും അവരുടെ നേതാക്കന്മാരെ സമ്മതിച്ചിരുന്നില്ല. അത് പരദേശി മെത്രാന്മാരായിരുന്നാലും അല്ല ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുമെത്രാപ്പൊലീത്താമാരായിരുന്നാലും അവരൊരിക്കലും ഒരു ഏകപക്ഷീയമായിട്ട് തനിക്ക് ഇഷ്ടപ്രകാരം ഭരിക്കുവാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. അതിനവരെ ഒരു ചട്ടക്കൂടിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട് നിരവധിയായ പള്ളിയോഗങ്ങളും ചട്ടങ്ങളും ചട്ടവരിയോലകളും ഒക്കെയും കാലാകാലങ്ങളിൽ നസ്രാണികൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ സഭാ ഭരണഘടന എന്ന ഒരു കൃത്യമായ ഒരു ചട്ടക്കൂട്, അതിലേക്ക് മലങ്കര സഭ വരുന്നത് 1920 ആരംഭത്തിലാണ്. എന്നാൽ ഇതൊരിക്കലും ഒഫീഷ്യലായ ഒരു ആഹ്വാനമായിരുന്നില്ല. എന്നാൽ കുറച്ച് സമാന മനസ്കരായ അൽമായരുടെ ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് ഈ ഒരു ഭരണഘടന രൂപീകരണം എന്ന ആശയം ഉണ്ടാകുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭം നമുക്കറിയാവുന്നതുപോലെ തന്നെ പലയിടങ്ങളിലും ജനാധിപത്യത്തിനായുള്ള മുറവിളികൾ നടന്നൊരു സമയമാണ്. അതിന്റെ ചില അനുരണനങ്ങൾ മലങ്കര സഭയിലും ഉണ്ടാവുകയും അതിന്റെ ഒരു ഉൽപ്പന്നമായിട്ട് സഭാ ഭരണഘടന ഉണ്ടാവുകയും ചെയ്തു എന്നതും നമുക്ക് തീർച്ചയായും കണക്കാക്കാവുന്ന ഒരു കാര്യമാണ്. 1920 ആരംഭിച്ച സുറിയാനി സഭാ മാസികയാണ് ആദ്യമായി മലങ്കര സഭയ്ക്ക് വ്യവസ്ഥാപിതമായ ഒരു ഭരണ ക്രമീകരണം ആവശ്യമാണ് എന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പ്രസിൽ നിന്ന് NJ ഫെർണാണ്ടസ് പ്രിന്ററും പബ്ലിഷറുമായിട്ടാണ് ഈ മാസിക പ്രവർത്തനം ആരംഭിക്കുന്നത്. ജേക്കബ് കുര്യൻ ഇതിന്റെ പത്രാധിപരും NJ ഡേവിഡ് ജോയിന്റ് എഡിറ്ററും ആയിരുന്നു. ചിത്രമെഴുത്ത് KM വർഗീസ്, PK സക്കറിയ, VI ജേക്കബ്. ഇലഞ്ഞിക്കൽ കുടുംബാംഗത്തിലെ പിൻതലമുറയിൽപ്പെട്ട ആളാണ് ജേക്കബ്, ഫിലിപ്പോസ് മത്തായി തുടങ്ങിയവർ പത്രാധിപ സമിതി അംഗങ്ങളായിട്ട് ഈ മാസിക പ്രവർത്തനം ആരംഭിച്ചു. പൂർണ്ണമായും അൽമായ പ്രസിദ്ധീകരണമായിരുന്ന ഈ മാസികയുടെ ഒരു മോട്ടോ തന്നെ ജനങ്ങളുടെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം എന്നായിരുന്നു. മലങ്കര സഭയ്ക്ക് സുന്നഹദോസ് നിശ്ചയങ്ങളോ ചില കാനൂനുകളോ മാത്രമല്ല എന്നും വ്യവസ്ഥാപിതമായ കൃത്യമായ ഭരണഘടന ആവശ്യമാണ് എന്നും ഈ മാസിക നിരന്തരമായിട്ട് ലേഖനങ്ങളിലൂടെയും മുഖപ്രസംഗങ്ങളിലൂടെയും പറഞ്ഞുകൊണ്ടിരുന്നു. സുറിയാനി സഭ മാസിക മലങ്കര സഭയുടെ ചരിത്രത്തെ ഒരു പുനർവായന നടത്തുകയും മലങ്കര അന്ത്യോക്യൻ ബന്ധത്തെ ഒരു വ്യവസ്ഥാപിതമായ രീതിയിലാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇതിന് ഒരു ഭരണഘടനാ ഡ്രാഫ്റ്റ് തന്നെ ഈ സുറിയാനി സഭ മാസിക മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ചില പേരുകളുണ്ട്. മാങ്ങാനം സ്വദേശിയായ T ജോസഫ്, അഡ്വക്കേറ്റ് പത്രോസ് മത്തായി, KK ലൂക്കോസ് തുടങ്ങിയ പലരും ഈ മാസികയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ ആയിരുന്നു. ഇതിൽ ചില ആശയങ്ങൾ സവിശേഷമായിട്ട് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. ഈ MB വർക്കി, അദ്ദേഹമാണ് 1909 അബ്ദുള്ള പാത്രിയർക്കീസ് വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയ സമയത്ത് ഒരു കാരണവശാലും ലൗകിക അധികാരം പാത്രിയർക്കീസിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹം എഴുതുന്നുണ്ട് ഒരു ലേഖനത്തിലായിട്ട്, എന്റെ അഭിപ്രായത്തിൽ എപ്പിസ്കോപ്പൽ ഭരണം നമ്മുടെ സഭയിൽ നടപ്പാക്കുന്നത് അന്ത്യോക്യ പാത്രിയർക്കീസിന് ലൗകിക അധികാരം സമ്മതിച്ച് എഴുതി കൊടുക്കുന്നതിനേക്കാൾ അപകടകരമായ ഒരു കാര്യമാണ് എന്ന്. ഇതിനോട് ചേർന്ന് തന്നെ പല അഭിപ്രായങ്ങളും ഈ സുറിയാനി സഭ മാസികയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1920 മേടം ഇടവം ലക്കത്തിൽ സുറിയാനി സഭ മാസിക മലങ്കര സുറിയാനി സഭ ഭരണ നിയമത്തിന്റെ ഒരു കരട് ബില്ല് അവതരിപ്പിച്ചു. ഈ ബില്ല് പൂർണ്ണമായിട്ടും ഒരു ജനാധിപത്യ സ്വഭാവമുള്ളതും എപ്പിസ്കോപ്പൽ ഭരണത്തെ നിരാകരിക്കുന്നതുമായ ഒന്നായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായ ഇടവക യോഗം, മാനേജിംഗ് കമ്മിറ്റി, കൈക്കാരൻ, സെക്രട്ടറി, മെത്രാസന ഇടവക, മലങ്കരയുടെ ട്രസ്റ്റിമാർ തുടങ്ങിയ പല കാര്യങ്ങളും ഈ സുറിയാനി സഭാ മാസികയുടെ കരട് നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പൈലിമത്തായി രേഖപ്പെടുത്തുന്ന ഒരു ആശയമുണ്ട്. അത് ഇപ്രകാരമാണ്: ലോകത്തിൽ എല്ലായിടത്തും എല്ലാവരും സ്വാതന്ത്ര്യത്തിനായി യത്നിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്.
നമ്മുടെ സമുദായത്തിന്റെ ശ്രേയസിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ആകാംക്ഷയുള്ളവരും നമ്മെ പോലെ തന്നെ പ്രവർത്തിക്കുന്നതിന് ത്രാണിയും നല്ല മനസ്സുള്ളവരുമാണ്. കരട് നിയമം 2-ാം അധ്യായം 1-ാം ഭാഗം 5-ാം വകുപ്പും ഈ വകുപ്പും കൂടെ വായിക്കുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് സഭാഭരണത്തിൽ പ്രവേശനം നൽകുന്നില്ല എന്ന് കാണുന്നു. ചുരുങ്ങിയ പക്ഷം അവർക്ക് കമ്മിറ്റി മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്ന യോഗങ്ങളിൽ വോട്ടവകാശമെങ്കിലും തൽക്കാലം നൽകേണ്ടതാണ്. 1920 സുറിയാനി സഭ മാസിക പറഞ്ഞ ഈ അഭിപ്രായം നടപ്പിലാകുന്നത് 2011 അത്രമാത്രം ദീർഘവീക്ഷണം ഈ സുറിയാനി സഭ മാസികയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നും നമ്മുടെ സഭയിലെ ഭരണത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പള്ളി മാനേജിംഗ് കമ്മിറ്റി വരെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള തലങ്ങളിലേക്ക് ഒരിക്കലും സ്ത്രീകളുടെ പങ്കാളിത്തം ഭരണഘടന അനുവദിക്കുന്നില്ല. ഈ സുറിയാനി സഭാ മാസികയുടെ പ്രവർത്തനങ്ങളോട് ആദ്യഘട്ടത്തിൽ സഭാ നേതൃത്വത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അത് ആ മാസികയിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഈ തിരുമേനിമാരെല്ലാം ഈ മാസികയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് അവരുടെ ചിത്രമെഴുത്ത് KM ഒക്കെയും ലേഖനങ്ങളിൽ ഒരുപാട് തവണ അദ്ദേഹം തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ പോകെ ഈ നിലപാടിൽ മാറ്റം വരുന്നുണ്ട്. കാലത്തിന്റെ വിളിയും കാലത്തിന്റെ ചില സൂചനകളും നമ്മുടെ സഭാ നേതൃത്വവും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 10 വർഷത്തിനുള്ളിൽ തന്നെ സാഹചര്യങ്ങൾ മാറി. എന്നാൽ കൃത്യമായി എന്നാണ് സഭാ നേതൃത്വം ഭരണഘടനയ്ക്ക് ഒരു പച്ചക്കൊടി കാണിച്ചതെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഈ ഒരു 4 വർഷക്കാലത്തെ വട്ടശ്ശേരി തിരുമേനി ഡയറി കുറിപ്പ് നമുക്ക് ലഭ്യമായിട്ടില്ല. ആ ഡയറി കുറിപ്പ് കൂടെ ലഭ്യമാകുന്ന ഒരു കാലമുണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായി എന്നാണ് സഭ ഭരണഘടനാ നിർമ്മാണം ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ 1929 ഭരണഘടനാ നിർമ്മാണം സഭ അംഗീകരിച്ചിരുന്നുവെന്ന് പാറാട്ട് മാത്യൂസ് കത്തനാരുടെ പാറാട്ട് ഇവാനോസ് തിരുമേനിയുടെ ഡയറി കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതിനായിട്ട് MD സെമിനാരിയിൽ ഒരു യോഗം മേടം 11-ാം തീയതി കൂടുകയും 2019 മേടം 11-ാം തീയതി കൂടുകയും അന്ന് വിഷയനിർണയ സമിതിയെ നിയമിച്ച് യോഗം പിരിയുകയുമാണ് ഉണ്ടായത്. അതിനെപ്പറ്റി പറയുന്നുണ്ട്. 10 മണിയോടുകൂടി MD സെമിനാരിയിൽ യോഗം കൂടി വിഷയനിർണയ കമ്മിറ്റിയെ നിയമിച്ച് പിരിഞ്ഞു. മാമൻ മാപ്പിള, MA വർക്കി, CO ഉമ്മൻ, T ജോസഫ് മുതലായ 100 പേരുണ്ടായിരുന്നു. പൂതക്കൊഴി, കലയക്കാട്ടിൽ NJ കുര്യാക്കോസ്, TV ജോൺ എന്നീ വൈദികരും ഉണ്ടായിരുന്നു. ജോൺ വക്കീൽ അധ്യക്ഷത വഹിച്ചു. 12 നിശ്ചയങ്ങൾ ചെയ്തു. ഫെയ്ത്ത് ആൻഡ് ഓർഡറിൽ മെത്രാന്മാരുടെ സുന്നഹദോസിന് പൂർണ്ണ അധികാരം സമ്മതിച്ചു. മറ്റുള്ളതിന് പൊതുയോഗത്തിന് അധികാരം ഉണ്ടായിരിക്കണമെന്ന് ഭൂരിപക്ഷ അഭിപ്രായം. ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു വിഷയനിർണയ സമിതിയെ രൂപീകരിച്ചുവെങ്കിലും തുടർന്ന് 1930 സെപ്റ്റംബർ 4-ാം തീയതി അസോസിയേഷൻ തന്നെ ഭരണഘടന എഴുതുവാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ ഒരുപാട് തവണ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനിയും അത് ആവർത്തിക്കുന്നില്ല. ഈ സമിതി പല തവണ യോഗം ചേർന്നു. ഈ യോഗത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വട്ടശ്ശേരി തിരുമേനിക്ക് ഈ ഭരണഘടന സുറിയാനി സഭ മാസികയോട് താല്പര്യമില്ലായിരുന്നുവെങ്കിലും അദ്ദേഹം സുറിയാനി സഭ മാസികയുടെ പ്രവർത്തകരായിരുന്ന ഒരു 4-5 പേരെ ഔദ്യോഗികമായിട്ട് തന്നെ ഈ ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണത്തിന്റെയും പ്രതിപക്ഷ ബഹുമാനത്തിന്റെയും വിമർശനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള അദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തിന്റെയും കൂടെ പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുന്നു. 1905 മിഥുനം 23-26 തീയതികളിൽ ഡയറി കുറിപ്പുകളിൽ കാണുന്നുണ്ട്. കോട്ടയത്ത് പോയി അവിടെ വെച്ച് മിസ്റ്റർ OM ചെറിയാനുമായി കണ്ടു. സഭാകാര്യം മെത്രാച്ചനോട് പറയുവാൻ എന്നെ ഭരമേൽപ്പിച്ചു. പഴയ സെമിനാരിയിൽ പോയി മെത്രാച്ചനുമായി സഭാകാര്യവും പള്ളിക്കൂടക്കാര്യവും സംസാരിച്ചു. പണസംബന്ധമായ കാര്യങ്ങളിൽ പരമാധികാരം ജനങ്ങളിൽ ഇരിക്കണമെന്നാണ് അവർ പറയുന്നത്. അത് മെത്രാച്ചന് സമ്മതമല്ല. പലപ്പോഴും സഭാ ഭരണഘടനാ രൂപീകരണം ഒരു വഴിമുട്ടിയത് പണസംബന്ധമായ അധികാരം ആരിൽ കേന്ദ്രീകരിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അത് പൊതുയോഗത്തിന്റെ അഭിപ്രായ പ്രകാരം ചെയ്യണമെന്ന് കമ്മിറ്റിക്കാർ ആവശ്യപ്പെടുന്നു. OM ചെറിയാൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെയല്ല, മെത്രാപ്പൊലീത്തമാരുടെ സമിതിക്ക് വേണം അതിന് അധികാരമെന്ന് വട്ടശ്ശേരി തിരുമേനിയുടെ അനുകൂല മനോഭാവമുള്ളവരും പുലർത്തി. അങ്ങനെ പലപ്പോഴും ഒരു ആശയ ഭിന്നത രൂക്ഷമായിട്ട് വന്നു. അതുകൊണ്ട് ഇതെങ്ങും ഒരു തീരുമാനമാകാതെ പോകുന്നു എന്ന് കണ്ടപ്പോൾ 1932 ജൂലൈ 2 മുതൽ സെപ്റ്റംബർ 10 വരെ അക്കാലത്ത് കോട്ടയത്ത് നിന്ന് ശനിയാഴ്ച തോറും പ്രസിദ്ധീകരിച്ചിരുന്ന കേരള കേസരി എന്ന് പറയുന്ന പത്രത്തിൽ വട്ടശ്ശേരി തിരുമേനി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ
ഒരു ലക്കമായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം എഴുതി അവതരിപ്പിച്ചു. 150-ൽ പരം വകുപ്പുകളായിട്ട് ഇതാണ് ഞാൻ വിഭാവനം ചെയ്യുന്ന ഭരണഘടന എന്ന് പറഞ്ഞ് വട്ടശ്ശേരി തിരുമേനി ഒരു ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു. എന്നാൽ അതേസമയം തന്നെ പഴയ സുറിയാനി സഭ പ്രവർത്തകനായിരുന്ന AC പോള് സുറിയാനി സഭയുടേതായ ജനാധിപത്യവാദികളുടേതായ വേറെ ഒരു ഡ്രാഫ്റ്റും അവതരിപ്പിച്ചു. ഇങ്ങനെ 2 ഡ്രാഫ്റ്റ് വന്നപ്പോൾ ഈ ഔദ്യോഗികമായ കമ്മിറ്റിക്കാർക്കും താല്പര്യമായി. കമ്മിറ്റിക്കാരും അതിലേക്ക് ഇറങ്ങി. OM ചെറിയാൻ തന്നെ 1932 നവംബർ 30 ഒരു നക്കൽ ഭരണഘടന തന്നെ അച്ചടിപ്പിച്ച് മനോരമയിൽ പ്രസിദ്ധീകരിച്ചു. സഭാംഗങ്ങൾക്കായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ നക്കൽ ഭരണഘടനയുടെ ഒരു അപ്ഡേറ്റ് ചെയ്ത ഒരു റിവൈസ്ഡ് വേർഷൻ മാത്രമാണ് 1934 സഭ പാസാക്കിയ ഭരണഘടന എന്ന് പറയുന്നത്. ഈ മട്ടശ്ശേരി തിരുമേനി കാലം ചെയ്യുന്നതിന് ഏകദേശം 4 മാസം മുമ്പുള്ള ഒരു ഡയറി കുറിപ്പിലാണ്, പാലാട്ട് തിരുമേനി ഡയറി കുറിപ്പിലാണ് നമുക്ക് ഈ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് മട്ടശ്ശേരി തിരുമേനിയുടെ ഏറ്റവും അവസാനത്തെ അഭിപ്രായം കാണുവാനായിട്ട് സാധിക്കുന്നത്. മെത്രാച്ചന് ക്ഷീണം കൂടുതലില്ല, OM ചെറിയാൻ വന്നിട്ടുണ്ടായിരുന്നു. ഭരണഘടനയെ സംബന്ധിച്ച് മെത്രാച്ചനുമായി കുറെ സമയം സംസാരിച്ചു, യോജിക്കുന്ന മട്ട് കണ്ടില്ല. ഇതാണ് വട്ടശ്ശേരി തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനയുടെ ഏറ്റവും അവസാന ഒരു പരാമർശം. വട്ടശ്ശേരി തിരുമേനി ഫെബ്രുവരി 23 1934 ഫെബ്രുവരി 23 കാലം ചെയ്തു. എന്നാൽ ആ വർഷം അദ്ദേഹം കാലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു അസോസിയേഷൻ കൂടുവാനായിട്ട് മാർച്ച് മാസത്തിൽ കൂടുവാനായിട്ട് നിശ്ചയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് നീണ്ടുപോവുകയും അസോസിയേഷൻ 1934 ഡിസംബർ 26 യോഗം ചേരുകയും MD സെമിനാരിയിൽ യോഗം ചേരുകയും 5ാമത്തെ വിഷയമായിട്ട് ഭരണഘടന പരിഗണിക്കുകയും ചെയ്തു. വിഷയം പരിഗണിച്ചപ്പോൾ തന്നെ ഒരു സബ്ജക്ട് കമ്മിറ്റിയെ നിയമിക്കാനായിട്ട് പറയുകയും ഈ സബ്ജക്ട് കമ്മിറ്റി 1934 നവംബർ 10, 11 തീയതികളിലായിട്ട് മാനേജിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ കരട് ബില്ലിലെ ഓരോ വകുപ്പും പരിഗണിച്ച് ഭേദഗതികൾ സമർപ്പിക്കാനായിട്ടും ഉച്ചയ്ക്ക് ശേഷം ഈ ഭേദഗതികളോടുകൂടി ഈ ഭരണഘടനാ ബില്ല് പരിഗണിക്കാനായിട്ടും തീരുമാനിച്ചു. അങ്ങനെ ഒരു സബ്ജക്ട് കമ്മിറ്റിയെ 34 പേരുള്ള ഒരു സബ്ജക്ട് കമ്മിറ്റിയെ ആ അസോസിയേഷൻ തീരുമാനിക്കുന്നുണ്ട്. അവരുടെ പേര് മറന്നു പോകരുതാത്തതാണ്. എല്ലാ സമയപരിമിതി കൊണ്ട് ഞാൻ അവരുടെ പേരുകളിലേക്കൊന്നും പറയുന്നില്ല. 34 പേരും അൽമായ തന്നെയായിരുന്നു. ആ 34 പേര് AM വർക്കിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അവർ ചില ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ആ ഭേദഗതികളോടുകൂടി ഈ ഭരണഘടന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പാസ്സാക്കുകയും ചെയ്തു. ഈ 15 വർഷത്തെ ചരിത്രം അൽമായരുടെ ഒരു വലിയ പോരാട്ടത്തിന്റെ ചരിത്രം തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണം എന്ന ആശയം രൂപം കൊള്ളുന്നതും അതിന്റെ വികസനവും അതിന്റെ പരിസമാപ്തിയും ഈ ഒരു അൽമായരുടെ മാത്രം ഒരു പോരാട്ടത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ്. ആ പോരാട്ടങ്ങളെ അവഗണിക്കുന്ന നന്ദികേടാണ്. അതിന് അൽമായ വേദി ഇപ്രകാരം ഒരു ക്രമീകരണം നടത്തുന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. മുഖമില്ലാത്ത പലരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പലരുടെയും പേരുകൾ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അവരെ പറ്റി അനുസ്മരിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സുറിയാനി സഭാ മാസികയുമായി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെയും നമ്മൾ അനുസ്മരിച്ച് പോവുകയാണ്. മുഖമില്ലാത്ത അവരെയും കൂടി അനുസ്മരിച്ച് പോവുകയാണ്. അവരുടെ ഒക്കെയും ഒരു ശ്രമഫലമായ രൂപം കൊണ്ട ഈ ഭരണഘടന ഇന്നും 90 വർഷങ്ങൾക്ക് ശേഷവും വർദ്ധിച്ച പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ആ ദീപ്തസ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രബന്ധാവതരണത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അബ്രഹാം കത്തനാരുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. വാർഡിൽ ചെറിയ മണ്ഡലത്തിൽ സീരിയസ് കറിയും മറ്റുള്ളവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. പനയമ്പാല കലകളും തെക്കേ TV കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾ
കുടുംബത്തിൽ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐമനം മഴവിൽ പത്രോസ് മത്തായിയുടെ കുടുംബത്തിൽ നിന്നുള്ള കുടുംബാംഗങ്ങളെ പിന്നെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. മാവേലിക്കര ആലിന്തരക്കലിൽ AM വർക്കിയുടെ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണക്കാരായ എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാവേലിക്കര പടിഞ്ഞാറ് തലകൾ ജേക്കബ് കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പള്ളിക്കര ചിറ്റയിൽ CP തലയുടെ കുടുംബത്തിൽ നിന്ന് എത്തിയിട്ടുള്ള അംഗങ്ങൾ കുന്നംകുളം കോരടി വടക്കോട്ട് KT മാത്യുവിന്റെ കുടുംബത്തിൽ നിന്നുള്ള കുടുംബാംഗങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുതുപ്പള്ളി ഒറ്റപ്പെടാക്കൽ റാവസാഹിബ് OM സയ്യാദിന്റെ കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധരണം വിരഞ്ഞിക്കൽ അഡ്വക്കേറ്റ് EJ ഫിലിപ്പോസിന്റെ കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരെണ്ണം അമേരിക്കയ്ക്ക് പോകുന്നതിന്റെ കുടുംബാംഗങ്ങൾ കൊടുത്തിരുന്നു. ഇത്രയും പ്രായമുണ്ടായിട്ടും എല്ലാവരും ആ കുടുംബത്തിനുള്ള ആൾക്കാരെത്തിയത് പുതുപ്പള്ളി മേമന T ജോസഫിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഞങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തൃശൂർ പഴവഞ്ചേരി പറഞ്ഞത് AM ചാക്കോയുടെ കുടുംബത്തിൽ നിന്നുള്ള കോട്ടയം കണ്ടത്തിൽ മാമൂലിന്റെ കുടുംബത്തിന് അങ്ങനെ എത്തിയിട്ടില്ല. അൽമായയുടെ പാരിതോഷികം ബഹുമാനപ്പെട്ട സുരേന്ദ്ര സാറിന് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പ്രസാദ് ചേർന്ന് നൽകുകയാണ്. വിശിഷ്ടാതിഥികളെല്ലാം ചേർന്ന് അടുത്ത സിബി സാറിനുള്ള പാരിതോഷികം നൽകുന്നു.
ആയ ഫിലിപ്പോസ് ജാനെ, മുൻ ജനറൽ സെക്രട്ടറി ഫിലിപ്പോസ്, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ അനുമോദനത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങനെ സഭാ ഭരണഘടനയിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുവാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ആരെയും അതിന് അനുവദിക്കുകയും ചെയ്തില്ല എന്നത് അന്നത്തെ തലമുറ സാക്ഷിയാണ്. അത് നമുക്കൊരു മാതൃകയാണ്. ഈ ഡ്രാഫ്റ്റിങ്ങിൽപ്പെട്ടുണ്ടായിരുന്ന ഫാദർ മാത്യൂസ് പാറേട്ടും റാവു സാഹി OM ചെറിയാനും രണ്ട് സഹോദരന്മാരുടെ കൊച്ചുമക്കളായിരുന്നു ഒരു പ്രത്യേകതയോടെ കൂടി. അത് ഒരു സംഭവമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പുതുപ്പള്ളിപ്പള്ളി ട്രസ്റ്റി ആയിരുന്ന താഴത്ത് ഇട്ടി മാത്യു തരേൻ്റെ 6ാം തലമുറക്കാരനാണ് ഫാദർ മാത്യൂസ് പാറേട്ട്. ഇട്ടി മാത്യു തരേൻ്റെ ഇളയ സഹോദരൻ പുതുപ്പള്ളിപ്പള്ളി ട്രസ്റ്റി ആയിരുന്ന കൈപ്പനാട്ട് മോഹത്തിൻ്റെ 5ാം തലമുറക്കാരനാണ് റാവു സാഹി OM ചെറിയാൻ. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും റാവു സാഹിബ് ചെറിയാനുമായുള്ള ആശയ സംഘടനത്തിൽ ഒരു പാലമായി വർത്തിച്ചത് ഫാദർ മാത്യൂസ് പാറേട്ട് തന്നെയാണ്. മഹാരാജന്മാരുടെ മുൻപിൽ ഞാൻ തീർത്തും നിസ്സാരനാണ്. ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ എല്ലാവരും പ്രതികരിച്ച് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എന്നെക്കാളിലൊക്കെ അർഹരായ ആൾക്കാരാണ്. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേർക്കും നമ്മൾ ഭക്ഷണം കരുതിയിട്ടുണ്ട്. ആരെങ്കിലും പോവുകയാണെങ്കിൽ ഭക്ഷണം താഴെ കഴിച്ചിട്ടേ പോകാമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പൂർവികരുടെ ആ പാരമ്പര്യം പിന്തുടരുന്നവരാണ്. എല്ലാവർക്കും വേണ്ടി ഇവിടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഭരണഘടനാ ശില്പികളെ ആദരിക്കുവാൻ മുൻകൈ എടുത്ത അൽമായ വേദിയെയും അല്ലെങ്കിൽ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു മുന്നേറ്റം ഉണ്ടാകേണ്ട ആവശ്യം ഉണ്ട്. ഇന്ന് സഭയിലുണ്ടായ പല പ്രശ്നങ്ങളുടെയും കാരണം നമ്മളുടെ സഭാ നേതൃത്വത്തിന് നമ്മൾ നിയന്ത്രണം കൊടുക്കുന്നില്ല എന്നുള്ളൊരു സംഗതി തന്നെയാണ് സത്യമായിട്ടുള്ളത്. അത് അന്ന് ഇത്രയും ദീർഘവീക്ഷണത്തോടെ എപ്പിസ്കോപ്പസിയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തി ജനാധിപത്യത്തിനും അൽമായരുടെ പങ്കാളിത്തത്തിനും മുൻതൂക്കം കൊടുത്ത ഒരു ഭരണഘടന ഉണ്ടാക്കിയ ആൾക്കാരുടെ അത്രയും ആവേശവും ശ്രദ്ധയൊന്നും നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. ഇനിയും നമ്മളത് ശ്രദ്ധിക്കണമെന്നുള്ള എനിക്കും അതിനൊരു ഉത്തരവാദിത്തമാണ്. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഞാൻ അത് സത്യസന്ധമായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നല്ല, സഭയെ ആരെയും വെല്ലുവിളിക്കാനോ ഒന്നുമല്ല. നമുക്ക് സഭ നന്നാകണമെങ്കിൽ എല്ലാവരും, പ്രത്യേകിച്ച് ഈ ക്ലറിക്കൽ അതായത് ക്ലർജിയായിട്ടുള്ളവരെക്കാളും കൂടുതൽ ലോകപരിചയവും ഒക്കെ പരിജ്ഞാനമുള്ളത് അൽമായർക്കാണ്. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ലോകപരിചയവും നമ്മൾ മുതലാക്കുന്നില്ല. അതിൻ്റെ ദോഷം ഒത്തിരി ഉണ്ട്. അതാണ് സത്യമായിട്ട് ഇവിടെ സംഭവിക്കുന്നത്. ഇത് സഭയുടെ നട്ടല്ല. ഭരണഘടനയെ നിർവാജ്യമായി അനുസരിക്കുവാനും അനുസരിച്ച് പ്രവർത്തിക്കുവാനും സഭാ നേതൃത്വവും നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാനും ഹിതമനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് ഇടയാകുമെന്ന് ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായ സഭയെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. സഭാഭരണഘടനാ ശില്പികളായ നമ്മുടെ പൂർവികരുടെ പിൻഗാമികളായി ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടി അൽമായ വേദിക്കും അതിൻ്റെ സംഘാടകർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സംഘടന അറിയിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേർക്കും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം കൂടെ കരുതിയിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കാളികളായിട്ടേ പോകാവുള്ളൂ. പ്രത്യേകം അറിയിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ അതുപോലെ വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളുമേ, നമ്മുടെ രാജ്യം ഭരണഘടനാ രൂപീകരണത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ഭാരത മണ്ണിൽ മലങ്കര സഭ മക്കൾ അവരുടെ സ്വയം ശീർഷകത്തിന്റെ അടയാളമായ ഭരണഘടനയുടെ 90ാം വാർഷിക നിലവിലാണ്. മഹാത്മാഗാന്ധിയെയും അംബേദ്കറെയും മറക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ബോധപൂർവം മറക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഭരണഘടനയ്ക്ക് കൂടും പാകിയ ഭരണഘടനാ ശില്പികളെ അല്ലെങ്കിൽ അവരുടെ പ്രയത്നങ്ങളെ അവരുടെ ധീരമായ നടപടികളെ വിസ്മരിച്ചു പോകരുത് എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇങ്ങനെയൊരു മീറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് കോട്ടം വരാതെ ശക്തമായി അടിത്തറ പാകിയ മഹാരഥന്മാർ പട്ടശ്ശേരി തിരുമേനിയോടും ഈവകീസ്ഥിതിയൻ ബാബയോടും മറ്റു പൂർവികരോടും ചേർന്നതുകൊണ്ട് സഭയിലെ ഓരോ അൽമായന്റെയും അവകാശങ്ങൾക്കായി അവർ മുഖം നോക്കാതെ ധീരമായി നിലകൊണ്ടതിന്റെ പ്രതീകമായിരുന്നു 1934 ഭരണഘടന. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്നത്തെ ഭരണഘടനയിൽ അൽമായർക്കുണ്ടായിരുന്ന അവകാശങ്ങൾ മിക്കവയും ചില വള്ളികൾ മൂലം അല്ലെങ്കിൽ ചില പുള്ളികളിട്ട് അല്ലെങ്കിൽ ചില നീട്ടങ്ങൾ വരുത്തി നടപടിച്ചട്ടങ്ങൾ എന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ റൂൾ കമ്മിറ്റിയുടെ അമിത അധികാരത്തിന്റെ പേരിലോ മെത്ര എപ്പിസ്കോപ്പസിയുടെ അതിരുകിടന്ന ഇടപെടലിലൂടെ ഇല്ലാതാക്കി എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ അതിന് കാരണം 99% വരുന്ന അൽമായർ തന്നെയല്ലേ,
അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കേണ്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും അൽമായ നേതൃത്വമല്ലേ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്ഥാനമോഹത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ധനമോഹത്തിന് വേണ്ടി ഈ സഭയെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് തള്ളിയിട്ട നേതൃത്വം ഒരിക്കൽ വിശ്വാസികളോട് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമ്മുടെ ഈ സ്നേഹാദരവ് എന്ന ചടങ്ങിന്റെ അധ്യക്ഷനായിട്ടിരുന്ന നമ്മുടെ ഓർത്തഡോക്സ് സഭ ആത്മായ വേദിയുടെ സ്നേഹമുള്ള പ്രസിഡന്റ് ശ്രീ സുനിൽ സി എബ്രഹാമിന് ഈ യോഗത്തിന്റെ പേരിലുള്ള എല്ലാവിധമായ കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സ്നേഹാദരവിന്റെ ഉദ്ഘാടനവും അതുപോലെ ആദരിക്കൽ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ശ്രീ കെ സുരേന്ദ്രമോഹൻ അവരാണ്. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നടത്തുകയും നമ്മുടെ ഭരണഘടനാ ശില്പികളായ എല്ലാവരുടെയും പിന്തലമുറക്കാരെ ആദരിക്കുവാൻ സമയം കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള നന്ദിയും കൃതജ്ഞതയും ഈ യോഗത്തിന്റെ പേരിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രാധാന്യം നമ്മളെല്ലാവരും പറഞ്ഞു. നമ്മുടെ 1934 ഭരണഘടനാ ശില്പികൾ അല്ലെങ്കിൽ അവരുടെ തലമുറകളിലെ ആൾക്കാരെ ആദരിക്കുന്നത് തീർച്ചയായും അവരാണ് ഈ സഭയുടെ നട്ടെല്ലായിട്ടുണ്ടായിരുന്നത്. അവരെ ഈ സഭയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചവർ. ആ ശില്പികളുടെ പിൻതലമുറയിൽ നിന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രായമുള്ളവർ ഏറെ പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ. പലരെയും വിളിച്ചപ്പോൾ സത്യത്തിൽ പലർക്കും വയ്യ എന്ന് പറഞ്ഞവരുണ്ട്, ബെഡിൽ കിടക്കുന്നവരുണ്ട്, ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പോൾ തന്നെ പലരും പറഞ്ഞു സഭ ചെയ്യുന്നതിന്റെ കാര്യം നിങ്ങളെങ്കിലും ചെയ്യുവാൻ താല്പര്യം എടുത്തുമല്ലോ, പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു ഊർജമാണ്, ആ ഒരു ശക്തിയാണ്, ആ ഒരു പ്രേരണയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് അല്ലെങ്കിൽ ഞങ്ങളോട് സഹകരിച്ച് ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി നിങ്ങളുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കാരണം നിങ്ങളാണ് ഈ സഭയുടെ അടിത്തറ പറയുക. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഭരണഘടനാ ശില്പികളുടെ അനുസ്മരണം നടത്തിയ ഡോക്ടർ സിബി തരകൻ സഭാ ചരിത്രത്തിലെ ഒരു ഗവേഷകനാണ്. അദ്ദേഹം നേരത്തെ തന്നെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിനോട് അൽമായ വേദിയുടെ പ്രവർത്തകരുടെ പേരിലും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി. ശ്രീ ഡിലിൻ രാജു, തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന ഭരണഘടന ഒരു ബുക്ക് അത് വായിക്കുമ്പോൾ നമുക്കതിന് അതുണ്ടാക്കാൻ വേണ്ടി അതിന്റെ ശ്രമം നടത്തിയ ഡിലിൻ രാജുവിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ നമുക്കെല്ലാവർക്കും ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് എടുക്കാൻ പറ്റാവുന്ന ഒരു പുസ്തകം. നമ്മുടെ ഇടവകളിലും ഭദ്രാസനങ്ങളിലും ഓരോ മെത്രാപ്പോലിത്തമാർ നമ്മുടെ മുമ്പിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത അധികാരികൾ നമ്മളതിനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരു റെഫറൻസ് ഗ്രന്ഥം. ഇത് വായിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മളുടെ മണ്ടയിലേക്ക് ഇവരാരും ഭരിക്കാൻ പറ്റില്ല. കാരണം ഈ സഭ എന്റെയും നിങ്ങളുടെയും ഇവിടെ വൈദികരുടെയും മെത്രാപ്പോലിത്തയുടെയും ഭാവിയോടെ ചേർന്നതാണ്. അവരുടെ മാത്രമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ സഭ, ഈ സമൂഹത്തിലിരിക്കുന്ന എല്ലാവരും. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കതിന് സാധിക്കാതെ പോകുന്നു. അവരെ കാണുമ്പോൾ കവാത്ത് പറക്കുന്നതിനെ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി വെറും ഒരു ഉപദേശക അല്ലെങ്കിൽ ഒരു വെറുതെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഒരു അംഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന അധപ്പതിച്ചു പോകുന്ന ഒരു അൽമായരായിട്ട് നമ്മൾ മാറുന്നത് എന്ന ആഗ്രഹത്തോടുകൂടി അതിന് ശ്രമിച്ച ശ്രീ ഡിലിൻ രാജുവിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ശ്രീ ജോയ്സ് തോട്ടക്കാട് ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ച് ഏറെ പ്രയത്നിച്ച ഒരാളാണ്. ഞങ്ങൾക്ക് ആർക്കും ഇവരെ പറ്റി കൂടുതലായിട്ടൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഓരോരുത്തരെയും വിളിക്കുവാനും പ്രയത്നിക്കുവാനും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ശ്രീ ജോയ്സ് തോട്ടക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു. ജോയ്സ് പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. പലരുടെയും കുടുംബങ്ങളെ പറ്റി പലരുടെയും രേഖകൾ കയ്യിൽ തന്നതൊക്കെ ജോയ്സാണ്. ജോയ്സിനുള്ള പ്രത്യേക നന്ദി ഈ യോഗത്തിൽ വ്യക്തമാക്കുന്നു. നമ്മുടെ ഈ ഇതിനെ ഇന്ന് ഔപചാരികമായി കുടുംബങ്ങളുടെ പേരിൽ പഴയ ഭരണഘടനാ ശില്പികളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തി മറുപടി പ്രസംഗം ചെയ്തത് ശ്രീ ഷെറിയൻ പാരാട്ടായിരുന്നു. ഞങ്ങൾ ഷെറിജാനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു എനിക്കതിന് പറ്റുമോ, ഞാൻ ഇത്രയും പേര്. പക്ഷേ നമ്മൾ ഔപചാരികളുടെ പേരിൽ ഒരു മറുപടി പ്രസംഗത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ വളരെ
ഉത്തരവാദിത്തോടെ ആ കടമ നിർവഹിച്ച ശ്രീ ചെറിയ പാലോട്ടിന് ഈ യോഗത്തിന് പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും നമ്മുടെ അൽമായുവിന്റെ മുൻ പ്രവർത്തകർ അതിന് നേതൃത്വം നൽകിയ ഫിലിപ്പോച്ചായന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ഒരു മാർഗദർശിയാണ്. പലപ്പോഴും ഞങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അച്ഛനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി ശ്രീ ഡോക്ടർ റോബിൻ പി മാത്യു, വൈസ് പ്രസിഡന്റായിട്ടുള്ള സാബു ഷായൻ, അതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി എല്ലാവരെയും വിളിക്കാനും പ്രവർത്തിക്കാനും ശ്രമിച്ചത് ശ്രീ ജെയിംസ് പാമ്പാടിയാണ്. പാമ്പാടിയുള്ള ജെയിംസിന്റെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ക്രമീകരിച്ചത്. ജെയിംസിന്റെ വൈഫ് യഥാർത്ഥത്തിൽ പ്രൈമറി അഡ്മിറ്റ് ആയിരുന്നു ഒരാഴ്ചയായിട്ട്. എന്നിട്ടും ജെയിംസ് ഇതിനു വേണ്ടി എല്ലാ രീതിയിലും ഇപ്പോഴും ഇന്നലെയാണ് റൂമിലോട്ട് മാറ്റിയത് തന്നെ. ജെയിംസ് എല്ലാ ക്രമീകരണം ചെയ്തു തന്നു. അതുപോലെ ഇതിന്റെ എത്തിച്ചേർന്നിട്ടുള്ള മീഡിയ ആൾക്കാർ, നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും ഒരാൾ പോലും വിട്ടുപോയിട്ടില്ല എന്ന് കരുതുന്നു. അറിഞ്ഞോ അറിയാതെയോ ആരുടെയും പേരുകൾ പരാമർശിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ദയവായി ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് ജനറൽ ബോഡി എന്നും നിലമ്പൂരിൽ നിന്ന് രായിച്ചാൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും വന്നിരുന്നുണ്ട്. നമ്മുടെ മലബാർ ഭദ്രാസനത്തിൽ നിന്ന് വരെ ആൾക്കാരെ എത്തിച്ചേർന്നിരുന്നു. എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിളിച്ചു കൂട്ടി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് 2 മണിക്കൂർ കൊണ്ട് 3 തലമുറയ്ക്ക് മുമ്പ് പണ്ടറിഞ്ഞ നമ്മുടെ പിതാക്കന്മാര് 2ാം തലമുറ 3ാം തലമുറക്കാരൊക്കെ വിളിക്കുന്നത് എത്ര പ്രഗത്ഭരായ ആൾക്കാരായിരുന്നെന്ന് അവർ പറഞ്ഞില്ല. ബഹുമാനത്തോട് ഓർക്കുക, അത് നമ്മൾ ഓർക്കണം. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിസ്മൃതിയിലാണ്ട് പോയ ആൾക്കാരെ സ്മൃതിയിലേക്ക് തിരിച്ചു കൊടുക്കും. പ്രധാനം അത് 2 തരത്തിലുണ്ട്. മനഃപൂർവ്വമായിട്ട് വിസ്മൃതിയിലാണ്ട് അതൊന്ന്, കാലത്തിന്റെ എറിയെ കൂടി ജസ്റ്റിസ് വന്നവർ മുങ്ങിപ്പോയോ. പക്ഷെ ഇവർ ചെയ്തത് അങ്ങനെ മുങ്ങിപ്പോയ ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കൊച്ചുമക്കളുടെ മുന്നിൽ അവരെ പിടിച്ചു നിർത്തി. അതിനെല്ലാം അവതരിപ്പിക്കാണ്. കാലത്തിന്റെ എറിയെ കൂടി എന്നും അവർ ഓർക്കാൻ തക്കവണ്ണം നിങ്ങൾ കാണിച്ച സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ല ഉഷാറായിട്ട് ചെറുപ്പക്കാർ കൊണ്ടാൽ പോയിക്കോണം. ഒന്നും വിഷമിക്കേണ്ട. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. വനിതകളിൽ ആരെങ്കിലും ചെറുപ്പക്കാരായ നിങ്ങൾ ഈ സഭയുടെ നട്ടല്ലായി രൂപാന്തരപ്പെടണം. ഈ എപ്പിസ്കോപ്പൽ അപ്രമാദിത്വം അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾ 10 പേര് നിശ്ചയിച്ചാൽ നടക്കും. മുൻകാലങ്ങളിൽ അന്മായങ്ങളിൽ ചെയ്ത കാര്യങ്ങൾക്ക് അധികം ആളുകളെ കൂട്ടിയിട്ടില്ല. 10 പേര് ദേവലോകത്തിൽ നിന്നും അക്രമങ്ങളെ കണ്ട് വിനോദ സംഘങ്ങളെ കണ്ട് സംസാരിച്ച് പല കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് സാധിക്കും. ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന നിർണായക ഘട്ടത്തിൽ അതിനെതിരെ അതിൻ്റെ മുകളിലുള്ള കോടതിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഉത്തരവിന് സ്റ്റേ വാങ്ങിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് നിങ്ങളുടെ പ്രസ്ഥാനം എത്രയും വേഗം പരിശുദ്ധ ബാബാതിരുമേനെ അറിയിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഒരു താഴ്മയായ അപേക്ഷയുണ്ട്. നമ്മൾ ശബ്ദിക്കാതിരുന്നാൽ നമ്മുടെ സഭ നശിച്ചു പോകും. അതുകൊണ്ട് യുവജനങ്ങൾ ഉണരണം, പ്രതികരിക്കണം. ഈ നേതൃത്വ വെടുകാര്യസ്ഥത അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ രാജ്യം പോലെ ആവശ്യമുള്ള പോലെ